കർത്താവിന് മഹത്വം. എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർക്കും സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഈ രാത്രിയിൽ അറിയിക്കുന്നു. ദൈവരാജ്യം എന്ന വിഷയം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഒരു ടോപ്പിക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൽ പുതിയ ജനനത്തിൻ്റെ ആവശ്യകത. കഴിഞ്ഞ 2 ദിവസം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഇന്ന് രാത്രിയിലും പ്രാരംഭത്തിൽ ആ വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വായിച്ചത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പുതിയ ജനനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. ഇന്നലെ ഞാൻ ജോർജ് വൈറ്റ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ പ്രസംഗ പരമ്പരയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ മനുഷ്യൻ തൻ്റെ 16-ാമത്തെ വയസ്സിൽ പാപബോധം തനിക്കുണ്ടായി. പാപബോധം ഉണ്ടായിക്കഴിഞ്ഞ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത് ആഴ്ചയിൽ 2 തവണ 36 മണിക്കൂർ വെച്ച് ഉപവസിച്ചു. വേറെ പല കാര്യങ്ങൾ ചെയ്തു. ഒരു ദിവസം തന്നെ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ ഉരുവിടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ യാതൊരു മാറ്റവും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചാൾസ് വെസ്ലി എന്ന് പറയുന്ന അനുഗ്രഹീതനായ കർത്തൃദാസനെ കണ്ടുമുട്ടി. ആ ദൈവദാസൻ തിരുവെഴുത്തിൽ നിന്ന് പുതിയ ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിന് കൊടുക്കുകയും അത് വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇതിന് പരിഹാരമെന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. ക്രിസ്തുവിനെ നോക്കുക എന്നുള്ളതാണ്. അല്ലാതെ കർമ്മമാർഗത്തിലൂടെ ശ്രമിക്കുന്നത് നിമിത്തം അദ്ദേഹത്തിൻ്റെ ഹൃദയം മാറത്തില്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായി. അങ്ങനെ അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിനുള്ള യാഗമരണത്തിൽ വിശ്വസിപ്പാൻ ദൈവം അദ്ദേഹത്തിന് കൃപ കൊടുക്കുകയും അദ്ദേഹം ആൾ മാറിയവനായി തീരുകയും ചെയ്തു. ഈ മനുഷ്യനാണ് ആയിരക്കണക്കിന് പ്രാവശ്യം പുതിയ ജനനത്തെക്കുറിച്ച് 55 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം മരിക്കുമ്പോൾ. അതിനോടകം എൻ്റെ കണക്കുകൾ ശരിയാണെങ്കിൽ 3000 പ്രാവശ്യമെങ്കിലും അദ്ദേഹം പുതിയ ജനനത്തെക്കുറിച്ച് പ്രസംഗിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൽ നിക്കോദിമോസിനെയാണ് നമ്മൾ മുന്നിലെടുത്ത് ശ്രദ്ധിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു ധാരണ വരും, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ, അതിലല്പം മുൻപന്തിയിൽ നിൽക്കുന്ന വേർപെട്ട സമൂഹത്തിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ധാരണയുണ്ടാകും, ഇനി എന്താ വേണ്ടത്? അവിടെ നാം നമ്മെ തന്നെ പരിശോധിക്കണം. ഞാൻ നടന്ന ഒരു സംഭവം നിങ്ങളോട് പറയാം. എനിക്ക് നിയോഗമുണ്ടെന്ന് പറയാം. ഈ തിരുവല്ല പ്രദേശത്ത് ഒരിക്കലൊരു യുവാവിനെ ഞാൻ കണ്ടു. ഒരു പ്രത്യേക ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുക. നല്ല ചെറുപ്പക്കാരൻ, ഉള്ളത് പറയണമല്ലോ.
ഒരു സത്യസന്ധതയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഇടപെടുന്ന പ്രത്യേക കാര്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചോദിച്ചു, മോനെ രക്ഷിക്കപ്പെട്ടോ? അവൻ എന്നെ പ്രത്യേക നിലയിൽ നോക്കി. എന്താ പാസ്റ്ററങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. ശ്രദ്ധിക്കണം, ഒരു വേർപെട്ട സമൂഹത്തിലെ ഒരു യുവാവാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ അനേകരോട് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു തിയോളജിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഇത് കാര്യം തന്നെ പറഞ്ഞു. എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇതാണ് സമൂഹം. ഞാനല്ലാതെ എവിടുന്നോ കേട്ട ഏതെങ്കിലും സംഭവമല്ല, ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് അവന് മനസ്സിലാകുന്ന ഒരു ഭാഷ ഞാൻ പറഞ്ഞു. മോനെ, ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമല്ലോ, മോൻ പോമോ ഇല്ലയോ എന്നാ ചോദിച്ചത്. സത്യസന്ധതയോടെ അവനൊരു മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞു, ചിലപ്പോൾ തോന്നും പാസ്റ്ററെ പോകുമെന്ന്, ചിലപ്പോൾ തോന്നും പോകത്തില്ലെന്ന്. ഇത് നേരിട്ട് എന്നോട് പറഞ്ഞ മറുപടിയാണ്. ഇപ്പം നമ്മള് സത്യസന്ധമായിട്ടാണ് അവൻ പറഞ്ഞത്, ഒരു കളവും അവനില്ല. പക്ഷെ ആക്ച്വലി എന്താണ് സംഭവം? ഈ വേദപുസ്തകം പറയുന്ന പുതിയ ജനനം അനുഭവം അവനില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞത്, എന്താണ് ഈ പുതിയ ജനനം? നമ്മുടെ മരിച്ചു കിടക്കുന്ന ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവൻ ദൈവം മുൻകൈയെടുത്ത് പകരുകയാണ്. ആ അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ്. അത് ഊഹാപോഹമല്ല, അത് അനുഭവിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ താമസിക്കുന്ന ചുറ്റുപാടുകളൊക്കെ മാറും, സർക്കംസ്റ്റാൻസുകളെല്ലാം മാറും. ഇങ്ങനെ കഷ്ടതകൾ, ശോധനകൾ ഒക്കെ വന്നാലും അതിൻ്റെ നടുവിൽ മാറാതെ നിൽക്കുന്ന ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം, ദൈവത്തിൻ്റെ ജീവൻ മനുഷ്യന്റെ അകത്ത് പകരുന്ന ഒരപാര അത്ഭുതമാണ് ഈ പുതിയ ജനനം. അല്ലാതെ ഇത് മനുഷ്യർക്ക് ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഒരാളങ്ങ് വിചാരിക്കുകയാണ്, നടക്കത്തില്ല. ഇത് ദൈവം മുൻകൈയെടുത്ത് ചത്തുകിടക്കുന്ന ആളുകൾ എന്ന് ഞാൻ പറയുമ്പോൾ ആത്മീകമായി, ആത്മീക മരണമെന്ന് പറഞ്ഞാൽ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ആത്മീക ത്രാണിയില്ലാതിരിക്കുന്ന മനുഷ്യരുടെ അകത്ത് ദൈവം ദൈവാത്മാവിനാൽ ദൈവത്തിന്റെ ജീവൻ പകരുന്നു. അവർ പുതിയ സൃഷ്ടികളായി മാറുന്നു. അവർക്ക് എല്ലാറ്റിലും പ്രധാനം അവരെ രക്ഷിച്ച കർത്താവാണ്. ഈ അനുഭവം ഇതുകൊണ്ട് നമ്മൾ ഈ യോഗങ്ങൾ അവസാനിക്കുകയാണെങ്കിലും നിങ്ങളിത് ദയവായി ചിന്തിക്കുവാൻ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ വന്നുപോയ പ്രശ്നം എനിക്ക് കർത്താവ് മനസ്സിലാക്കിയത്, ഒരോളത്തിന് കാര്യങ്ങൾ പോകുകയാണ്. അങ്ങനെയല്ല, നാം കൈവിടപ്പെട്ടു പോകും. ആ വാക്യം സൂചിപ്പിക്കുന്നത് നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവരാജ്യത്തിന് പുറത്താണ്. ദൈവരാജ്യം ദൈവത്തിന്റെ ഭരണമാണ്, ഒരാത്മീക രാജ്യമാണ്. ആ ആത്മീക രാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഒരാത്മീക ജനനം ആവശ്യമാണ്. ആ ആത്മീക ജനനമല്ലാതെ എന്തൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടിയാലും ദൈവം അംഗീകരിക്കുന്നില്ലെന്നുള്ള വസ്തുതയാണ് ദൈവവചനം പറയുന്നത്. നമ്മൾ നിക്കോദിമോസ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ശരിക്കും ഒരു നല്ല മനുഷ്യനാണ്. അതാണ് നമുക്ക് ഈ 2 ദിവസത്തെ പഠനത്തിൽ മനസ്സിലായത്. നല്ല മനുഷ്യനാണ്, ദൈവത്തെ സ്നേഹിക്കുന്നയാളാണ്, ബൈബിള് സ്നേഹിക്കുന്നയാളാണ്. അതുപോലെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലായത് ഒരു സമർപ്പിത വേദശാസ്ത്രിയാണ്, തിയോളജിയനാണ്. ആ മനുഷ്യനോടാണ് കർത്താവ് പറയുന്നത്, യു ആർ ഔട്ട് ഓഫ് ദ കിങ്ഡം. ഇത് ഗൗരവമുള്ളതാണ്. ഇതെന്തിനാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ 4-ാമത്തെ സുവിശേഷത്തിൽ അപ്പോസ്തലനായ യോഹന്നാനിലൂടെ എഴുതി വച്ചിരിക്കുന്നത്? ഇത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനാണ്. അതുപോലെ നിക്കോദിമോസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ
അവൻ ധാർമ്മികനും നേരുള്ളവനുമാണ്. അല്ലാതെ ഏതാണ്ട് ഒരു പ്രത്യേക പാപത്തിൽ പുള്ളിയെ യെരുശലേമിൽ പിടിച്ച കക്ഷിയൊന്നുമല്ല. വളരെ ഉന്നത സ്ഥാനം വഹിക്കുന്ന സൽ സ്വഭാവിയായ ഒരു നല്ല മനുഷ്യനാണ്. പക്ഷെ ഈ നല്ല മനുഷ്യന്റെ ഹൃദയം മാറിയിട്ടില്ല. ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും ഇത് മനസ്സിലാക്കണം. ഇസ്രായേലിൽ ആദരണീയനായ ഒരു വലിയ നേതാവാണ്. പക്ഷെ യേശു അവരോട് പറയുന്നത് ഇത് പോരാന്ന. കർത്താവ് പറയുന്നത് നീ ദൈവരാജ്യത്തിന് പുറത്താണ്, നിനക്ക് ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇവൻ ആശ്രയിച്ച കുറെ കാര്യങ്ങളുണ്ട്. യഹൂദ മതത്തിനകത്തെ ഇന്നർ സർക്കിളാണ് ഫരീസയർ, അതിന്റെ ഇന്നർ സർക്കിളാണ് സെൻഹെദ്രി സംഘം, അവിടുത്തെ അംഗമാണ് ഈ മനുഷ്യൻ. നാട്ടിലെല്ലാം നല്ല അഭിപ്രായമാണ്. നമ്മൾ 6 കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന്, യഹൂദ മത പാരമ്പര്യം ഇവനെ രക്ഷിച്ചില്ല. ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നത് പാരമ്പര്യമാണ്. ഞങ്ങളുടെ അപ്പൂപ്പന്മാര് തൊട്ട് അങ്ങനെയാ വാചകം അടിക്കുമ്പോ പറയുന്നത്. അറിയത്തില്ലേ, എൻ്റെ ഫാദർ പാസ്റ്ററാണ്, എൻ്റെ വല്യപ്പൻ പാസ്റ്ററാണ്, ഉപദേശിയാണ്, ഈ പാട്ട് എഴുതിയത് അദ്ദേഹമാണ്. അതിനിപ്പോ എന്നാണ്? ഇവര് പഠിക്കുന്ന പാരമ്പര്യം അബ്രഹാമിന്റെ പാരമ്പര്യമാണ്. ഇവര് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ പ്രത്യക്ഷ ചിഹ്നമാകുന്ന പരിച്ഛേദന ഞങ്ങളുടെ ശരീരത്തിലുണ്ട്. ഇവര് പറയുന്നത് ബൈബിൾ ഞങ്ങൾക്കല്ലേ ദൈവം ഏൽപ്പിച്ചത്. അത്ര ഭയങ്കര പാരമ്പര്യം. ശരിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് ഇവര്. പക്ഷേ ഹൃദയത്തിൽ പരിച്ഛേദനയില്ലാതെ ബാഹ്യമായ അടയാളത്തിൽ ആശ്രയിച്ചു, കൈവിട്ടുപോയി. അത് നൂറ്റാണ്ടുകളായി അവര് ആ നിലയിൽ വരികയാണ്. അവർക്ക് ന്യായപ്രമാണം കൊടുത്തത് ന്യായപ്രമാണം അനുസരിച്ച് അങ്ങനെ രക്ഷപ്പെടാനല്ല. ന്യായപ്രമാണം വായിക്കുമ്പോൾ അവർക്ക് ബോധ്യമുണ്ടാകണം, ഇത് ഞങ്ങളെ കൊണ്ടെല്ലാം അനുസരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അടിയറവ് പറഞ്ഞ് രക്ഷകനിലേക്ക് തിരിയണം. അതിനു പകരം അവർ ഉത്സാഹത്തോടെ ഓരോ ദിവസവും അനുസരിച്ച് സ്വന്തം കഴിവ് കൊണ്ട് മെറിറ്റ് കൊണ്ട് ദൈവത്തിന്റെ അംഗീകാരത്തിനായി തത്രപ്പെട്ടവരാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ ഇടയിലും ഉള്ളത്. പക്ഷെ പാരമ്പര്യം രക്ഷിച്ചില്ല. 2, ഒരു ഫരീസയൻ എന്ന നിലയിൽ തീവ്രമായ മത ആചാരങ്ങൾ അനുസരിച്ചതും അവനെ രക്ഷിച്ചില്ല. എന്തെല്ലാം നിയമങ്ങൾ, പുസ്തകത്തിലെ നിയമങ്ങൾക്കപ്പുറമായി അവര് തന്നെ 100 കണക്കിന് നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് ആചരിക്കാൻ ബന്ധപ്പെടുന്ന ആളുകളെ. എന്തിനാ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. അവര് ബൈബിൾ ജ്ഞാനമുണ്ട്, ദശാംശം കൊടുക്കുന്നവരാണ്, സമയാസമയങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്. ഇതിനപ്പുറത്ത് എന്താ വേണ്ടിയത്? കർത്താവിന്റെ ദൃഷ്ടിയിൽ ക്വാളിഫൈഡ് അല്ല. നമ്മുടെ കണ്ണുകൾ തുറക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കണം. എക്സ്റ്റേണൽ റൈച്ചസ്നെസ്, പുറത്തെ നീതിയിൽ നിന്നാൽ അബദ്ധമാണിത്. അകമാണ് മാറേണ്ടത്. ദൈവത്തിന്റെ ജീവൻ അകത്ത് വരണം. ഞാന് വേർപെട്ടിട്ട് 25 വർഷമായി. അതിനെന്താണ്? ഈ മനുഷ്യൻ 4-ാമത്തെ വാക്യം പറയുന്നത് അദ്ദേഹം വൃദ്ധനായ മനുഷ്യനാണ്. ഒരായുസ് മുഴുവനും ഒരുപാട് നിയമങ്ങൾ പാലിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് പറയാണ്, നോ, നീ ദൈവരാജ്യത്തിന് പുറത്താണ്. 3, ഇദ്ദേഹം യഹൂദന്മാരുടെ ഇടയിലെ ഒരു പ്രമാണിയാണ്. ഇപ്പൊ ഇസ്രായേലിലെ ഏറ്റവും ഉന്നത പദവി അലങ്കരിച്ച, സമൂഹത്തിൽ ധാർമ്മിക ജീവിതം നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇതൊന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടയാളങ്ങളല്ല. പ്രമാണി എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ സംഘമാണ് രാഷ്ട്രീയപരമായും മതപരമായ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന,
കടഞ്ഞെടുത്ത 70 പേരിലെ ഒരു പ്രധാനപ്പെട്ടയാളാണ്. കർത്താവിൻ്റെ അടുക്ക വന്നപ്പോൾ കർത്താവ് പറയുന്നത്, യു ആർ ഔട്ട്. ഞാൻ ചിന്തിക്കുന്ന നിങ്ങളോട് പറയാം, സമൂഹത്തിൽ ഇസ്രായേലുള്ള മുഴുവൻ ആളുകളും ഒറ്റ അഭിപ്രായത്തിൽ പറയും, അച്ഛൻ സ്വർഗ്ഗത്തിൽ പോകും. ഒറ്റ വ്യക്തിയാണ് പറയുന്നത്, നീ പോത്തില്ല. അതാരാണ്? രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ്. നമ്മളെക്കുറിച്ച് ആരെന്ത് പൊങ്ങച്ചം പറഞ്ഞാലും ഉണ്ടല്ലോ, അതിലല്ല കാര്യം. ദൈവം എന്തു പറയുന്നു? ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. അത് നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ദൈവം ചെയ്യേണ്ട ഒരത്ഭുതമാണ്. 4, ഈ മനുഷ്യൻ നമുക്കാർക്കും ഉണ്ടാകാത്ത ഒരു ഭാഗ്യം. നമ്മൾ അത്ഭുതങ്ങൾ കണ്ടു കാണും, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ട് പോരാ, അനുകൂലമായി കർത്താവിനോട് വന്ന് പ്രതികരിച്ച് ഒരു മനുഷ്യനാ. കർത്താവിന് അത് സ്വീകാര്യമല്ല. ഓ, എന്തോ അത്ഭുതമായിരുന്നു. ശരിക്കും ദൈവം അയച്ചിട്ട് അവിടുന്ന് വന്ന ഉപദേഷ്ടാവാണ്. ഇത് ദൈവം മനുഷ്യവേഷത്തിലാണെന്നുള്ള അദ്ദേഹത്തിന് തിരിഞ്ഞില്ല. അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടെന്താണ്? അത്ഭുതം നല്ലതാണ്. യോഹന്നാൻ പറയുന്ന അടയാളമാണിത് എന്ന് പറഞ്ഞാൽ ചൂണ്ടുപലകയാണ്. ദൈവത്തിങ്കിലേക്ക് നമ്മളെ നയിക്കാനായി ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷെ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് തിരുവെഴുത്തിലൂടെ വെളിപ്പാടുണ്ടായി അതിലർപ്പിക്കുന്ന ആശ്രയത്താലാണ് അകം മാറുന്നത്. ഇനി ഒരു പടി കുറച്ചുകൂടെ കയറി പറയാം. അത്ഭുതം സ്വന്തമായി കിട്ടിയത് കൊണ്ട് എന്താ ദൈവരാജ്യത്തിലാണോ? അല്ല പ്രിയരെ. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊന്ന് അത്ഭുതം, മുട്ടിന് വേദന മാറി. നല്ല കാര്യമാണ്. എന്തിനാ മുട്ടിന് വേദനയുമായിട്ട് നടക്കുന്നത്? പക്ഷേ ആ അത്ഭുതം നടന്നത് കൊണ്ട് God has not accepted you. തെളിവ് വേണമെങ്കിൽ പറയാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ നിങ്ങൾ വായിച്ചാൽ, ഒരു കുളക്കരയിൽ 38 വർഷമായി ഒരു മനുഷ്യൻ രോഗിയായിട്ട് കിടക്കുക, ലെയിം പേഴ്സൺ, ഇൻവാലിഡ്. യേശു നേരിട്ട് അങ്ങോട്ട് ചെന്ന് ആളിനെ സൗഖ്യമാക്കി. അവനാണ് ഏറ്റവും വലിയ പാരയായി മാറിയത്. കാരണം അന്നത്തെ മത നേതാക്കളോട് ചെന്ന് അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. അവൻ ഗുണപ്പെട്ടില്ല. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ പിറവിയിലെ കുരുട്ട് കണ്ണുള്ള ആ വ്യക്തി സൗഖ്യമായി. അവൻ യേശുവിൽ വിശ്വാസമൊക്കെ ഉണ്ടായി. പക്ഷെ അവന്റെ മാതാപിതാക്കൾ ഒഴിഞ്ഞു. അവന് പ്രായമുണ്ടല്ലോ, അവൻ പറയേണ്ട സാക്ഷ്യം. മാത്രമല്ല, യേശു പോയി പ്രസംഗിക്കുന്ന ഇടത്തും രോഗികൾ സൗഖ്യമാകുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. ഇവരൊന്നും യേശുവിനെ കർത്താവായി സ്വീകരിച്ചില്ല. അതിന്റെ ഉത്തമ തെളിവല്ലേ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ. ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചു. 6-ന്റെ 60-66 വാക്യത്തിൽ 10,000-കണക്കിന് ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് യേശുവിനെ വിട്ടു. അത്ഭുതം നല്ലതാണ്. അത്ഭുതം കണ്ടു, അല്ലെ അത്ഭുതം കിട്ടി, നല്ല കാര്യമാണ്. അതുകൊണ്ടല്ല സ്വർഗത്തിൽ പോകുന്നത്. ഈ അത്ഭുതത്തിലൂടെ അത്ഭുതം ചെയ്ത കർത്താവിനെ കാണണം. അല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ് അത്ഭുതം. അത്ഭുതം ചിലർക്കത് മാത്രം മതി. അങ്ങോട്ട് ഇറങ്ങണം. ഇന്ന് മഴ വരുമോ ഇല്ലയോ, നമുക്ക് ഇന്ന പുള്ളിയെ വിളിച്ച് ആലോചന ചോദിക്കാം. വീണ്ടും ജനിച്ചോ? പുതിയതായി ജനിച്ചോ? ഇല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആ നാളിൽ അവര് പറയും, എന്ത് പറയും? നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതം ചെയ്തു, വീര്യപ്രവൃത്തി ചെയ്തു. എന്താ യേശുവിന്റെ മറുപടി? ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. നിക്കോദിമോസ് അത്ഭുതം കണ്ടു വന്നിട്ട് നല്ല കാര്യമാണ്. പക്ഷെ ആ വിശ്വാസം യേശു തള്ളിക്കളഞ്ഞു. ഞാൻ ഇന്നലെ അത് പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അത് ഉപരിപ്ലവ വിശ്വാസം, സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത്. സേവിങ് ഫെയ്ത്തിന്റെ ലക്ഷണം ഞാൻ യോഹന്നാൻ 8:31 വായിച്ച് കേൾപ്പിച്ചു. ശരിക്കും രക്ഷിക്കപ്പെട്ടതിന്റെ തെളിവ് വചനത്തിൽ നിലനിൽക്കും.
അവരുടെ ലൈഫ് കൺട്രോൾഡ് ആയിരിക്കുന്ന വചനത്തിലാണ്. കുടുംബജീവിതം, മക്കളുമായിട്ടുള്ള ബന്ധം, അയൽവാസിയുമായിട്ടുള്ള ബന്ധം, വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ബന്ധം എല്ലാം ദൈവവചനപ്രകാരം. ഇത് നമുക്ക് സ്വാഭാവികമായി കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകം മാറണം. ദൈവത്തിന്റെ ജീവൻ നമ്മുടെ അകത്ത് വരണം. അത് ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഇന്ന് രാത്രിയിലും ദൈവം അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഞ്ചാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായി വചന പാണ്ഡിത്യം ഉള്ളതുകൊണ്ട് ശുശ്രൂഷിക്കുന്നത് കൊണ്ടും അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചില്ല. 10ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് തന്നെ പറയുന്നു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ്. അപ്പോൾ ബൈബിൾ സ്റ്റഡി എടുത്തുകൊണ്ടോ ബൈബിൾ പ്രസംഗിച്ചതുകൊണ്ടോ ഒന്നും ദൈവരാജ്യത്തിലാകണമെന്നില്ല. ഇത് സകല പ്രസംഗികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇസ്രായേലിൽ ഒരു കൺവെൻഷൻ നടന്നാൽ ഈ പുള്ളിയെ വിളിക്കത്തുള്ളൂ. പേരുകെട്ട പ്രസംഗിയാണ്. കർത്താവ് തന്നെ പറയുന്നു. അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ നിങ്ങൾ വായിച്ചാൽ, യു ആർ ദ ടീച്ചർ. എ ടീച്ചർ അല്ല, ദ ടീച്ചർ. എല്ലാവരുടെ മേൽ ഇവനാണുള്ളത്. ഒരു വേദപണ്ഡിതാവ് പറഞ്ഞത്, ഹി ഈസ് എ വാക്കിംഗ് ബൈബിൾ. ഏത് റെഫറൻസ് ചോദിച്ചോ, എന്ത് ചോദിച്ചോ പുള്ളി പറയും. പക്ഷെ ദൈവരാജ്യത്തിൽ ഔട്ടാ. യേശുവിന്റെ ദൃഷ്ടിയിൽ രാജാവ് പറയുന്നത് നോ. അതെന്താണ്? ഹൃദയം മാറാതെ ഇതെല്ലാം ചെയ്യാം. പിള്ളേര് 119 സങ്കീർത്തനം മനപ്പാടം പറഞ്ഞ് ട്രോഫി കിട്ടി. അതിനകത്ത് എന്താണ്? ഉള്ളു മാറിയിട്ടുണ്ടോ? അതാണ് വിഷയം. 6ാമത്, യെരുശലേമിലെ പ്രധാനപ്പെട്ട പണക്കാരിൽ ഒരാളാണ്. ഞാൻ ഇന്നലെ പറയാതെ പോയ ഒരു കാര്യം അതിനോട് ചേർത്ത് പറയാം. ഫരീസയർ വിശ്വസിച്ചിരുന്നത് ഏറ്റവും പണക്കാരനായാൽ അത് ദൈവാനുഗ്രഹമാണ്, പാവപ്പെട്ടവനോ അത് ശാപമാണ്. അങ്ങനെയുള്ള അവരുടെ ചിന്തകളെ ഖണ്ഡിച്ചുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അവരുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ പണക്കാർ ദൈവം അനുഗ്രഹിച്ചവരും മാനിച്ചവരുമാണ്. യേശുവിന്റെ മുന്നേ വന്നപ്പോൾ യെരുശലേമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണക്കാരൻ തള്ളപ്പെടുകയാണ്. കൈക്കൂലി പലയിടത്തും കൊടുത്ത് പരിചയം കാണും പലർക്കും. പക്ഷേ ദൈവരാജ്യ പ്രവേശനം കൈക്കൂലിയിലല്ല. ഉപദേശിമാർക്ക് വരെ കൈക്കൂലി കൊടുത്ത് നമുക്ക് പണി പലതും ഒപ്പിക്കുന്ന പാർട്ടികൾ ഉണ്ടെന്നാ കേൾക്കുന്നത്, ഇല്ലേ? പക്ഷേ ദൈവരാജ്യത്തിലെ പ്രവേശനത്തിന് ഈ വലിയ ഉന്നതനായ പണക്കാരനോട് മുഖത്ത് നോക്കി ബ്ലണ്ടായി കർത്താവ് പറയാം, യു ആർ ഔട്ട് ഓഫ് ദ കിങ്ഡം. സഭയിലെ മുഖ്യനായതൊന്നും ദൈവത്തിന് വിഷയമല്ല, പണമുണ്ടാക്കിയ ദൈവത്തിന് വിഷയമല്ല, പ്രസംഗിയായത് ദൈവത്തിന് വിഷയമല്ല. ചോദ്യം ഇതാണ്, പുതുതായി ജനിച്ചുവോ? അന്നും ഇന്നും ഒരുപോലെ ഈ പ്രശ്നം നിൽക്കുക. ഇനിയും ഇത്ര ആമുഖമായി പറഞ്ഞ നിങ്ങളുടെ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്ത് ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും യഹൂദന്റെ പ്രശ്നം എന്താ? ഈ ഫരീസയന്റെയും യഹൂദന്റെയും പ്രശ്നമെന്താ? ഇവരൊക്കെ നല്ലവരല്ലേ? പ്രത്യേകിച്ച് ഫരീസയന്മാർ മതത്തിന്റെ സകല ചിട്ടയും പാലിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകള്. എന്താ പ്രശ്നം? ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. 23-ാം അധ്യായത്തിൽ 7 തവണ ഇത് കാണാൻ കഴിയും. ഹാ കഷ്ടം. ശ്രദ്ധിച്ച് കേൾക്കണം സഹോദരി, കേട്ടോ. നമ്മളിപ്പോൾ മയങ്ങി ഉറങ്ങി ഇരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താ, ഈ ചിലർ ചിന്തിക്കുന്നത് എന്താ ഒരു ഓളമില്ലാതെ. ഞാൻ ഓളം ഉണ്ടാക്കുന്ന ആളല്ല, ബൈബിള് പറഞ്ഞു തരുന്ന ആളാ. ഓളം അകത്തുണ്ടാകണം, ദൈവത്തിന്റെ ജീവൻ അകത്ത് വരണം. അല്ല നിങ്ങളെല്ലാം കൂടെ കൈയടിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? ദൈവം ഇന്ന് രാത്രി ഇവിടെ ഉറ്റുനോക്കുന്നത് എത്ര പേർ കൈയടിച്ചു കാണും. ഇതൊക്കെയാണ് നമ്മളെ തളർത്തിയത്. ഉപദേശിമാര് വന്ന് വെറുതെ എല്ലാം കൂടെ ഓളം ഉണ്ടാക്കി. നാളെ ഞായറാഴ്ചയാ, പലയിടത്തും പ്രിപ്പയർ ചെയ്യുക പോലും വേണ്ട, വന്നിട്ട് ഏതെങ്കിലും അറ്റമോ മുറിയോ എടുത്ത്. പണ്ട്
ഞാൻ കുറച്ച് ആളുകളെ കണ്ടു, ഓ എന്തോ യോഗമായിരുന്നു, ഭയങ്കരമായിരുന്നു ഭാഷറെ. ഞാൻ ഒരാളിനോട് ചോദിച്ചു, എന്തായിരുന്നു ഈ ഭയങ്കരം? എന്തുവാന്നറിയത്തില്ല, പക്ഷെ ഭയങ്കരമായിരുന്നു. ശരി, ഞാൻ ചോദിച്ചു, ഉപദേശി പ്രസംഗിച്ചതെന്താ? ഇങ്ങനെ നോക്കി, അതും എന്തുവാന്നറിയത്തില്ല, പക്ഷെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാം ഉണ്ടായിരുന്നു. നോ, ഇതാണ് ചതിവ്. ഇതാണ് ക്രൈസ്തവ ഗോളത്തിൽ വന്ന ചതിവ്, പെന്തിക്കോസ്തിൽ വന്ന ചതിവ്. മനസ്സിൽ വരുന്ന കാര്യങ്ങൾ തോന്നിയതുപോലെ പറയുന്നതല്ല വേദപുസ്തക വ്യാഖ്യാനം. അത് ചതിവാണ്. അതാണ് നമ്മെ നമ്മുടെ കുഞ്ഞുങ്ങളെയും പരാജയത്തിൽ കൊണ്ടാക്കിയത്. വേറെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് തന്നു. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് വിട്ടുപോകുകയല്ല, എന്നാലും പറയാം. എന്താണ്? ഓ, കുഞ്ഞുങ്ങളിലൂടെ ഒരു ഉദ്ധാരണം അല്ലേ? പ്രാർത്ഥിച്ചു ചില 4 വീലറുകൾ നിങ്ങളുടെ കാർപോർച്ചിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ 21 40 ഇരുന്നതല്ല. അയാളുടെ വീട്ടിൽ കിടക്കുന്ന 100 കണക്കിന് വണ്ടിയാ. അപ്പോഴാ ഇവിടെ മാരുതി 800 വേണ്ടി കാർപോർച്ചിൽ നിൽക്കുന്ന കാണുന്നു. ഇതൊക്കെയാണോ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയത്? താൽക്കാലികമായ ആർക്കെങ്കിലും വണ്ടി കിട്ടിയെങ്കിൽ വണ്ടിയെ സഞ്ചരിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്. ആത്യന്തികമായ ദൈവസ്നേഹമോ ദൈവത്തിന്റെ വിടുതലോ ഇതല്ല. യേശുവിനെ തന്നതാ. ഇതാണ് നമ്മുടെ പള്ളികളിൽ പ്രസംഗിക്കപ്പെടേണ്ടത്. അതിനു പകരം ചുമ്മാ ഇങ്ങനെയൊക്കെ ഒന്നും തോന്നരുത്. സഹോദരിമാര് കുറെ ഇളകി കൈയടിക്കും, അത്രയേ ഉള്ളൂ. പലരുടെയും കഞ്ഞുകൂടി അതുകൊണ്ടായി നടക്കുന്നത്. പുസ്തകമല്ല പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം. എന്താണ് ഇവരുടെ പ്രശ്നം? ഇവരെ വിളിക്കുന്നത് തന്നെ 7 തവണ കപടഭക്തിക്കാരെന്നാണ്. ഞാൻ പ്രസംഗികളോട് ചോദിക്കുകയാണ്, ആത്മനിറവിൽ നിയോഗമുള്ള സമയത്ത് ഇതെഴുന്നേറ്റ് പറയാൻ ഒക്കുമോ? ഇല്ല. അതെന്താ? ട്രാൻസ്ഫർ കിട്ടും. പിന്നെ മൂപ്പൻ സാറ് വന്ന് പറയും ഇങ്ങനൊന്നും പ്രസംഗിക്കാനൊക്കത്തില്ലെന്ന്. എനിക്കൊന്നും നമ്മുടെ ഇടയിൽ ആ പ്രിയ ദൈവദാസനെ ഞാൻ കാണുന്നു. അദ്ദേഹം ഒരിടത്ത് പ്രസംഗിച്ചു. ഏതാ ടെക്സ്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൂപ്പനൊരാൾ വന്ന് പറഞ്ഞു, പിന്നെ ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, എന്നാ ഞാനും ഇല്ലെന്ന്. നോ, യേശുവിനെയാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ we stand for the truth of the word of God. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവര് നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. ഇതാ പ്രശ്നം. ഫിറ്റിംഗ് എല്ലാം പുറത്താ. ഓസമുണ്ടോ? ഉണ്ട്. പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. അന്യഭാഷയുണ്ടോ? അതുമുണ്ട്. അന്യഭാഷ ശരിയായി പറയുന്നവരുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് പറയുന്ന ഒരുപാടെണ്ണമുണ്ട്. കാരണം ആ കെയർ ഓഫിൽ അമ്മമ്മ ഭയങ്കര ആരാധനയാണ് കേട്ടോ. ഓ, ബൈബിൾ വായനയുണ്ടോ? ഉണ്ട്. ഒരു പ്രബോധനം പറയാമോ? അതേ ഉള്ളല്ലോ. കിണ്ടികിണ്ണങ്ങളുടെ പുറത്താണ് വിശുദ്ധി, അകത്തോ ഫുൾ ഓഫ് ഫിൽത്ത്. ഇതാണ് പ്രശ്നം. പുതിയതായി ജനിക്കാതെ ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ ഭരണം ഇവർക്കില്ല. കാരണം പുറത്താണിത്. അതെന്തിനാ ഈ പുറത്ത്? ആളുകളെ കാണിക്കാൻ. അടുത്ത വാക്യം, കുരുടനായ പരീശനെ. കർത്താവിന്റെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അന്നത്തെ സമൂഹം ഞെട്ടിപ്പോയി കാണും. അവരുടെ ദൃഷ്ടിയിൽ സ്വർഗത്തിൽ പോകാന്നേ പരീശൻ സാറും പോവും, ശാസ്ത്രി സാറും പോവും. അപ്പോഴാ കർത്താവ് പറയുന്നത് കുരുടനെ, സർപ്പസന്തതി എന്ന് താഴെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രസംഗികൾ എഴുന്നേൽക്കട്ടെ. കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക. ഈ പുറത്ത് കാണുന്ന വിശുദ്ധി ഉണ്ടല്ലോ, അത് തുടങ്ങേണ്ടത് ഇന്റേണൽ, അകത്ത്. പക്ഷെ അകത്ത് ഞങ്ങളെ കൊണ്ട് ഒക്കുന്നില്ല പാസ്റ്ററെ. അതാ പറയുന്നത്, അകത്ത് ദൈവത്തിന്റെ പവർ വരണം, ദൈവത്തിന്റെ ജീവൻ വരണം, അകത്ത് പുതിയ സൃഷ്ടിപ്പ് നടക്കണം, അകത്ത് പുതിയ ഹൃദയം വരണം. അല്ലേ ഇംപോസിബിൾ. മനസ്സിലാക്കിയത്. ചതിവിൽ നിന്ന് പുറത്തു വാ. 27 വാക്യം, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം.
വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥിയും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പിന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ നീതിമാന്മാരെന്ന് പുറത്തുള്ളവരെ കാണിക്കുന്നു. ഞാൻ ഇത് വായിക്കുമ്പോൾ റാന്നിക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു വലിയ പള്ളിയുണ്ട്. അവിടുത്തെ ആ ശവക്കോട്ട നമുക്ക് ഈ ഡ്രൈവ് ചെയ്യുമ്പോഴേ കാണാം. നല്ല വെള്ളയടിച്ച് കിടക്കുക, വെള്ള തേച്ച ശവക്കല്ലറുകൾ. അകത്തെന്താ? ചീഞ്ഞ് നാറുന്നു. ഇതാണ് ഇവരുടെ ഫരീസയനായ നിക്കോദിമോസിന് ഇതാണ്. അപ്പൊ ഇവരുടെ പ്രശ്നമെന്താ? എക്സ്റ്റേണൽ സ്പിരിച്വാലിറ്റി, ബാഹ്യമാത്മികത, അകത്ത് പാപമാണ്. ഇതാണ് നിങ്ങളുടെ സ്ഥിതിയെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ദൈവവചനം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ, ഹൃദയം മാറുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് വചനത്താൽ കൊണ്ടുവരുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കണം. മതി പാപത്തിന്റെ വഴി. യു മസ്റ്റ് ടേൺ. കുറച്ചുകൂടെ കാര്യം പറയാം. ഞാന് മത്തായി 23 മത്തായി 5 വരുമ്പോൾ 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദൈവരാജ്യത്തിൽ ഒരുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ നിയമം രാജാവ് വിശദീകരിക്കുക. എല്ലാ സഭകളെയും ഇത് പഠിപ്പിക്കേണ്ടതാണ്. അതിന്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണ്. ആ വാക്യം മനസ്സിലായാൽ ഈ 3 അധ്യായങ്ങളും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും. എന്താണ് ആ വാക്യം? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും ഫരീസന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശിഷ്യന്മാരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് നീതി ഉണ്ടല്ലോ, നിങ്ങളുടെ നീതി ശാസ്ത്രിയുടെ ഫരീസന്റെ നീതിയെ കവിയണം. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? 613 നിയമങ്ങൾ അനുസരിക്കാൻ പരിശ്രമിക്കുന്ന ഫരീസേനേക്കാൾ നീതി കവിയണമെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്നവർ ഒരു 620 നിയമങ്ങൾ പാലിക്കണമെന്നാണോ അർത്ഥം? അല്ല. ലളിതമായിട്ട് അതിനെ ഞാൻ പറയാം. നമ്മുടെ ഈ സംസ്ഥാനത്ത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി. നമ്മളൊക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടവരും അനുഭവിച്ചവരും ഒക്കെയാ. എന്താ വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ചത്? മഴ ശക്തമായി തോരാതെ പെയ്തു, നദിയിൽ വന്നു. നദി എന്നിട്ടെന്ത്? വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് അകത്ത് നിന്ന് പുറത്തോട്ട് കവിയുക എന്നതുപോലെ അകത്ത് നിന്നാണ് ആത്മീകത. നീതി എന്ന വാക്കിന്റെ അർത്ഥം ദൈവപ്രസാദമുള്ള പ്രവർത്തനങ്ങൾ. That which is right living. Right living must come from the heart. അകത്ത് നിന്ന നിങ്ങളുടെ നീതി അകത്ത്. അവരുടേതോ? അവരുടെ നീതിയെ കവിയണം. അവരുടേതെല്ലാം പുറത്താണ്. നിങ്ങളുടെ നീതി അകത്ത് നിന്ന് കവിയണം, അല്ലെങ്കിലോ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പൊ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഫരീസനും ശാസ്ത്രിയും സ്വർഗത്തിൽ പോകുന്ന ടീം അല്ല. നമുക്ക് ഈ ചതിവ് പറ്റരുത്. എന്നിട്ട് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിവരണം കഴിഞ്ഞിട്ട് ഈ മെസ്സേജിന്റെ ഉപസംഹാരം വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13, 14 വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് ശ്രദ്ധിക്കണം. യേശു മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുക. യേശു പറയുകയാണ്, ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിക്കുക. എന്നിട്ട് അതിന്റെ വിശദീകരണം 14-ാം വാക്യമാണ്. 13-ാം വാക്യത്തിൽ ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, വീതിയുള്ള വാതിലുണ്ട്, വിശാല വഴിയുണ്ട്, അതുവഴി അനേകര് സഞ്ചരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? 2 വാതിൽ, 2 വഴി, 2 കൂട്ടർ ആളുകൾ സഞ്ചരിക്കുന്നു, 2 അവസാനം. ഇതാണ് 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം മനസ്സിലായാൽ കാപഠ്യം കളിച്ച് പുറമേ ഉള്ള ആത്മീകതയിൽ നിൽക്കുന്നവരാണ് വീതിയുള്ള വഴിയെ കയറി വിശാലതയുടെ വഴിയെ നടന്നു. അതിന്റെ അവസാനം നാശമാണ്. ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളുടെ നീതി കവിയണമെന്ന് പറഞ്ഞാൽ അകം മാറി അകത്ത് നിന്നുള്ള ആത്മീകത ഉള്ളവരാണ് ഇടുക്കുവാതിലൂടെ കയറി ഞെരുക്കമുള്ള വഴിയെ നടന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. തമ്പുരാൻ പറഞ്ഞ എന്താണെന്നറിയാമോ? അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. വാണിംഗ് ആണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അതെന്താണ്? നമ്മൾ ബ്ലൈൻഡ് ആയിപ്പോയി.
നമ്മളെ അങ്ങനെ ആക്കി. ഫരീസയന്റെയും ശാസ്ത്രിയുടെയും പ്രശ്നമെന്താ? എന്താണ് നിക്കോദിമോസിനോട് ഇത്ര ശക്തമായ ദൂത് പറയുന്നത്? അവനാണോ ഇനി പുതുതായിട്ട് ജനിക്കേണ്ടത്? അതെ, ഫരീസയനും ശാസ്ത്രിക്കും നിക്കോദിമോസ് അവരുടെ പ്രതിനിധിയായി നിൽക്കുന്നു. അവർക്ക് പറ്റിയത് ഇത് മുഴുവൻ ശരിയാ, പക്ഷേ ഹൃദയം മാറാതെ പുറത്തെ ആത്മീകതയാ. അത് ദൈവസന്നിധിയിൽ വിലപ്പോകത്തില്ല. ഈ യാഥാർത്ഥ്യം ഇതിനകത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും കുഞ്ഞുങ്ങളും ഇതറിയണം. ദൈവപ്രവൃത്തി നമ്മുടെ മേൽ ഉണ്ടാകണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഒരു സെക്കൻഡ് മതി ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇമ്പാർട്ട് ചെയ്യുവാൻ. അതിനായി പരിശുദ്ധാത്മാവ് തിരുവല്ലയിലും പല ഇടങ്ങളിലും ഇവിടെയും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇറ്റ് മസ്റ്റ് ഹാപ്പൻ. നമ്മുടെ അകം മാറണം. അല്ലാതെ പൊള്ളയായിട്ടുള്ള ഒരു ആത്മീകതയിൽ ഒരു കാര്യമില്ല. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇവിടെയാണ് പുതിയ ജനനത്തിന്റെ ആവശ്യകത. നിങ്ങൾ പ്രാർത്ഥിക്കണം. അകം മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ. പാപത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, മ്ലേച്ഛതയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, മറ്റ് പണക്കൊതി, ഇങ്ങനെ ഉള്ള ദൈവവചനത്തിന് വിപരീതമായതാണ് ഹൃദയത്തിനകത്തെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ റെയിൻ ഓഫ് ഗോഡ്. അപ്പൊ എന്ത് ചെയ്യണം? ദൈവത്തോട് പറയണം, എൻ്റെ അകത്തെ ചലിപ്പിക്കണം, എൻ്റെ അകത്ത് അവിടുത്തെ ജീവൻ പകരണം, എനിക്ക് ആള് മാറണം. ഇത് അനുഭവിക്കാൻ കഴിയും. അനുഭവിച്ചവർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയല്ല. നമ്മളിൽ ദൈവം കാണിച്ച കൃപയും കരുണയും നിമിത്തം ദൈവത്തിന്റെ ജീവൻ കൃപയാൽ നമ്മുടെ അകത്തേക്ക് വന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. The life of God in the soul of man. അതാണ് ശരിക്കും പുതിയ ജനനം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആ യേശുവിന്റെ ശൈലി നോക്കിക്കേ. യേശു സുവിശേഷം പറയുകയാണ്, പക്ഷേ അതിനകത്ത് ആദ്യം പറയുന്നത് ദ ബാഡ് ന്യൂസ്. അങ്ങനെയാ സുവിശേഷം പറയേണ്ടത്. സദ്വർത്തമാനത്തിന് മുമ്പ് നമ്മുടെ സ്ഥിതിയെക്കുറിച്ച് ഉള്ളതുപോലെ ഗ്രഹിക്കണം. ഒരു ഡോക്ടറുടെ അടുത്ത് മാരകമായ ഒരു ശാരീരിക ബുദ്ധിമുട്ടും കൊണ്ട് ചെന്നാൽ ഇത്രയും ദൂരെ വന്നതല്ലേ എന്ന് കണ്ട് സന്തോഷിപ്പിച്ച് വിടുകയല്ല. സഹോദരി സഹോദര, മാരക വിഷയമാണ്, സംഗതി പ്രശ്നമാണ്. പക്ഷേ പേടിക്കണ്ട, മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ബാഡ് ന്യൂസ് ആണ്. നിക്കോദിമോസ്, യു ആർ ഔട്ട്. യേശു ആ ശൈലിയാണ്. റോമാലേഖനമൊക്കെ പഠിക്കുമ്പോൾ പൗലോസിന്റെ ശൈലി അതാണ്. ആദ്യം ആ ബാഡ് ന്യൂസ് ആണ് കർത്താവ് കൊടുക്കുന്നത്. എന്നിട്ടാണ് 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും കർത്താവ് ഈ സദ്വർത്തമാനം പറയുന്നത്. അല്ലാതെ ഇന്നത്തെ TV പ്രഭാഷകരുടെ കൂട്ടിയല്ല ആളുകളെ ഇങ്ങനെ ത്രസിപ്പിച്ച് നിർത്തുക. നോ, അത് കുരുക്കാണ്. സത്യം മറച്ചു വെച്ചുകൊണ്ട് ആളുകളുടെ ഇന്ന് പണമടിക്കാൻ വേണ്ടി ഓരോ നമ്പർ ഇറക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ദൈവമക്കളുടെ അകക്കണ്ണ് തുറന്ന് കാര്യം മനസ്സിലാക്കണം. 3-ാം വാക്യം, പുതിയതായി ജനിക്കണം. ഇതൊരു ആത്മീക ജനനത്തെ കുറിച്ചാണ്, മതപരമായ നവീകരണത്തെ കുറിച്ചല്ല. നിങ്ങൾ ദയവായിട്ട് അത് മനസ്സിലാക്കണം. നാളെ ഞാൻ ആഭരണമെല്ലാം കൂടി ഊരുമ്പോൾ പുതുതായിട്ട് ജനിക്കാൻ. നോ, പുതിയതായിട്ട് ജനിച്ചു കഴിഞ്ഞ് ആത്മാവ് നയിക്കുന്നെങ്കിൽ ചെയ്തോളൂ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് മതപരമായ ഒരു നവീകരണമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് പുതുതായി ജനിക്കുക എന്നാൽ യേശു ആവശ്യപ്പെടുന്നത് റാഡിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്. അതാണ് ഈ പുതിയ ജനനത്തിന്റെ അർത്ഥം. നമ്മുടെ നിർജീവമായ ആത്മാവിലേക്ക് നിത്യജീവൻ പകരപ്പെടുന്നതാണ് പുതിയ ജനനം. പുതിയതായി ജനിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മലയാള ഭാഷാന്തരത്തിൽ
പുതുതായി ജനിക്കുക. എന്നാൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ബോൺ അഗെയിൻ എന്നാണ്. ഒന്ന് ശ്രദ്ധിക്കുക. മലയാളത്തിൽ പുതുതായി ജനിക്കുക, ഇംഗ്ലീഷിൽ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിക്കണമെന്നാണ്. ഞാൻ വിശദീകരിക്കാം. ഇതിന്റെ മൂലഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം ഇംഗ്ലീഷിലും മലയാളത്തിലും ആ പ്രയോഗമാണ് തർജ്ജിമപ്പെടുത്തിയിരിക്കുന്നത്. അറിയാൻ താല്പര്യമുള്ളവർക്ക് അനോഥൻ എന്നൊരു പദപ്രയോഗമാണ്. അതിന്റെ അർത്ഥം ഒന്ന്, രണ്ടാമത് ജനിക്കാന്നുണ്ട്. ബോൺ അഗെയിൻ എന്നുള്ളത് കറക്റ്റാണ്. രണ്ട്, പുതുതായി ജനിക്കുക, അത് കറക്റ്റ് തർജ്ജമയാണ്. മൂന്നാമത് വേറെ ഒരു അർത്ഥം കൂടെ ഉണ്ട്, ഉയരത്തിൽ നിന്ന് ജനിക്കുക. യേശു കർത്താവ് വാസ്തവത്തിൽ ഇവിടെ ഇന്റൻഡ് ചെയ്യുന്നത് ഉയരത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ആശയമാണ്. ഈ പുതിയ ജനനവും രണ്ടാമത്തെ ജനനവും എന്തുമാകട്ടെ, അത് ഉയരത്തിൽ നിന്നുള്ള ജനനമാ, അല്ലാതെ നാട്ടിലെ ഒരു ജനനമോ പ്രസ്ഥാനത്തിന്റെയോ മതത്തിന്റെയോ അല്ല. ദൈവം നേരിട്ട് ഇടപെട്ട് ഉയരത്തിൽ നിന്ന് നമ്മെ ജനിപ്പിക്കുന്ന ഒരാത്മീയ അനുഭവത്തെ കുറിച്ച് പുതിയ ജനനം എന്ന് പറയുന്നത്. അത് നമുക്ക് ദൈവം ദാനമായിട്ട് തരാൻ വിശ്വസ്തനാണ്. അതൊരു ആത്മീക ജനനമാണ്, അത് ആവശ്യമാണ്. എങ്കിലേ ആത്മീക രാജ്യമായിരിക്കുന്ന ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ നമ്മൾ വരികയുള്ളൂ. ഭാരതത്തിൽ അക്ഷരികമായി ജനിച്ചത് കൊണ്ട് ഭാരതത്തിലെ സിറ്റിസൺസ് ആണ്. ഇതേ പ്രിൻസിപ്പിൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. ആത്മീകമായി ജനിച്ചെങ്കിലേ ആത്മീക രാജ്യമാകുന്ന ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മൾ അംഗങ്ങളാകൂ, മെമ്പേഴ്സ് ആകൂ. ആ ആശയം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇതേ കാര്യം അനോഥൻ എന്ന വാക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതേ അധ്യായത്തിൽ 31 വാക്യത്തിൽ അതേ പ്രയോഗം കാണും. മേലിൽ നിന്ന് വരുന്നവൻ, ആ മേലിൽ നിന്നുള്ളത് കണ്ടോ, ഫ്രം അബവ്. അനോഥൻ എന്ന പദപ്രയോഗമാണ്. ഇതുപോലെ തന്നെ 19 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ മേലിൽ നിന്ന് പിന്നെയും അനോഥൻ എന്ന പദപ്രയോഗമാണ്. ഇതിന്റെ വിശദീകരണം ഞാൻ പിന്നീട് തരാം. ഉയരത്തിലെ ജനം, ദൈവം നമ്മെ ജനിപ്പിക്കണം, ഇതാണ് വിഷയം. അല്ലെങ്കിൽ എത്ര ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന ഒരു സഭയിൽ നിങ്ങളായാലും ഓട്ടോമാറ്റിക്കായിട്ടല്ല, ദൈവം ജനിപ്പിക്കണം. അല്ലെങ്കിൽ ആ പ്രഭാഷണത്തിൽ ഉറങ്ങിയേച്ചു പോകും, ആ പ്രഭാഷണത്തിൽ മൊബൈലൊക്കെ ഒന്ന് തപ്പിയേച്ചു പോകും. എന്നിട്ട് പറയും, ഞാൻ നല്ലപോലെ ദൈവവചനം സംസാരിക്കുന്ന ഒരിടത്തെ ആളാണ്. അകം മാറണമെങ്കിൽ God has to deal. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. എനിക്ക് എന്നിട്ട് 3-ാം വാക്യവും 5-ാം വാക്യവുമായിട്ട് കണക്ട് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ ഫോളോ ചെയ്യണം. ഈ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ ജനനത്തിന്റെ വിശദീകരണമാണ്. ഉയരത്തിൽ നിന്നുള്ളൊരു ജനനമാണ്. പക്ഷെ ഈ ഉയരത്തിൽ നിന്നുള്ള ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിന്റെ വിശദീകരണമാണ്. ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആദ്യത്തെ 3 വാക്യങ്ങൾ, പ്രത്യേകിച്ച് 3-ാം വാക്യം. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പുതിയ ജനനത്തിന്റെ വിശദീകരണം. 4-ാം വാക്യം, നിക്കോദിമോസ് അവനോട്, അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ വാക്ക് മനസ്സിലായില്ല. പക്ഷേ മനസ്സിലായില്ലെങ്കിലും നാണയത്തിന്റെ ഒരു വശം പറഞ്ഞത് ശരിയാ, നാണയത്തിന്റെ മറുവശം തെറ്റുക. രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാം. അപ്പൊ രണ്ടാമത് ജനിക്കണമെന്നുള്ള ആശയം പിടികിട്ടി. അനോഥൻ എന്ന വാക്കിനകത്തുനിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആവശ്യപ്പെടുന്നത് രണ്ടാമത് ജനിക്കണം. തെറ്റിപ്പോയത് എവിടാ? ഫിസിക്കൽ ജനനമായിട്ട് അദ്ദേഹം എടുത്തു.
അമ്മയുടെ ഉദരത്തിൽ കയറി അമ്മ ഇനിയും പ്രസവിക്കണം. അദ്ദേഹം പറയാ പ്രായം ഇത്രയായില്ലേ. അപ്പൊ അതിന് നമുക്ക് സമയ ചുരുക്കമുള്ളത് കൊണ്ട് ഒരുപാട് അതിനകത്ത് വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇത്രയും നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക. ഒരു ഭാഗം തനിക്ക് മനസ്സിലായി, പക്ഷെ മറുഭാഗം വേണ്ട നിലയിൽ മനസ്സിലായിട്ടില്ല. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ലിറ്ററലായി ഭൗതികമായി എടുക്കുക. ഒരുപാട് കാര്യം പലർക്കും അറിഞ്ഞുകൂടാ. കല്യാണാലോചന നടക്കുന്ന സമയത്ത് ഒരിക്കലൊരു പെൺകുട്ടി ഒരു പയ്യനോട് ചോദിച്ചു, അച്ചാച്ചൻ രക്ഷിക്കപ്പെട്ടതാണോ? മറുപടി, ഞാനൊരു പാസ്റ്ററുടെ മോനാന്ന് അറിയത്തില്ലയോ? എന്തുവാ ചോദിച്ചത്? എന്തുവാ മറുപടി? ലൈവല്ല. നിക്കോദിമോസിനോട് കർത്താവ് അടിയന്തര കാര്യമാ, ചത്തു കിടക്കുക ഹൃദയം. മനസ്സിലാകുന്നില്ല. അതാ കർത്താവ് പറഞ്ഞത്, ദൈവപ്രവൃത്തി ഇല്ലാതെ യു കനോട്ട് സീ ദ കിങ്ഡം. ഞാൻ ഇതൊക്കെ പറയുമ്പോ തന്നെ നമുക്കിത് എന്തുവാ ഇത്, ഇതിനും വേണ്ടിയത്. അകത്ത് ജീവൻ വരുമ്പോഴാ കണ്ണ് തുറക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പെന്തക്കോസ്ത് പാരമ്പര്യത്തിൽ ഇങ്ങനെ വളർന്ന് എൻ്റെ 4-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് ഒരൊറ്റ പ്രസംഗം കേട്ടതാ, ന്യായവിധിയുടെ ദൂത്. അദ്ദേഹം പിന്നെ പള്ളി പോയിട്ടില്ല. വേർപെട്ട ഒരു സമൂഹത്തിൽ അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എൻ്റെ ഫാദറും മദറും സ്നാനപ്പെട്ട് അവരിങ്ങനെ മുന്നേറുക. എനിക്കിത് എന്തുവാ സംഭവം എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പാപികളിൽ ഒന്നാമനായി നടന്ന് ലോകത്തിലുള്ള സകല മ്ലേച്ഛതകളിൽ നടന്ന എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടിയിൽ ഉണ്ടായി. എന്റെ അകത്ത് നിന്ന് ആ പണ്ടത്തെ പാപമംഗലമായ ജീവിതം നയിക്കാൻ ആശയം തന്ന ഹൃദയത്തെ എടുത്ത് മാറ്റിയിട്ട് പുതിയ ഒരു ഹൃദയം അകത്ത് തന്നു. ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു, ബൈബിളുമായി ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ പോകും. ബൈബിള് വായിക്കുമ്പോൾ കിടന്ന് കരയുക. ഞാൻ ഓർത്ത്, ഞാൻ എന്തിനീ കരയുന്നേ? നീ അറിഞ്ഞുകൂടാ. അത് ഇന്ന് ഞാനൊരു ഇംഗ്ലീഷ് ബൈബിളാണ് ഉപയോഗിക്കുന്നത്. യേശു ഇങ്ങനെ പറഞ്ഞു, ഉടനെ ഞാൻ കരയുക. എന്റെ കൂടെ ജോലി ചെയ്യുന്ന പലർക്ക് ബുദ്ധിമുട്ടായി മാറി. ഇതെന്തോ ഈ കാണിക്കുന്നത്? എനിക്ക് പറഞ്ഞുകൂടാ എന്തോ ഈ കരയുന്നത്. പക്ഷെ എനിക്ക് 2 വർഷം കർത്താവിനെ ഉണർത്തിക്കഴിഞ്ഞ് ഞാൻ ഈ പുസ്തകമായിട്ട് പോവുക, വായിക്കുക. വായിക്കുന്നതെല്ലാം ഒരുപക്ഷെ ഗ്രഹിക്കുന്നില്ല, ചിലതൊക്കെ ഗ്രഹിക്കുന്നു. ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. ലൈവായി ആകാം. നേരത്തെ ഡെഡ്, ഇതിൽ ലൈവായി. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ മാറത്തില്ല പ്രിയരെ, അല്ലാതെ മാറത്തില്ല. നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാ. ഞാൻ ഈ പറയുന്ന ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ചില നാളുകളായി ദൈവപ്രവൃത്തി ഉണ്ട്. പക്ഷെ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവൃത്തി തുടങ്ങി. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിഷേധിക്കാൻ കഴിയാത്ത ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ അത്ഭുതം ഞാൻ അനുഭവിച്ചു. ഇത് സത്യമാണ്. നമ്മളല്ലേ മാറത്തില്ല, ഞാൻ മാറത്തില്ലായിരുന്നു. എന്നോട് ദൈവം ചെയ്ത കരുണയാണ് ഞാൻ മാറിയത്. ദൈവം ചെയ്ത കരുണയാണത്. ദൈവത്തിന്റെ അത്ഭുതം ഞാൻ അനുഭവിച്ചതാണ്. പണ്ടുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ഒപ്പിയെടുത്ത് ദൂരെ കളഞ്ഞു. പണ്ടുണ്ടായിരുന്ന അംബിഷൻസ്, ഡിസയേഴ്സ്, സ്നേഹങ്ങൾ എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അകത്ത് പുതിയ ഒരു ഹൃദയം, പുതിയ ആഗ്രഹങ്ങൾ, പുതിയ അംബിഷൻസ്, പുതിയ സ്നേഹം, ദൈവത്തോടുള്ള ആഗ്രഹം, സ്നേഹം. ഇത് നടന്നില്ലെങ്കിൽ പെന്തിക്കോസ്തി കൈയടിക്കുക, അത്രേ ഉള്ളൂ. പുതുതായിട്ട് ജനിക്കണം. നിക്കോദിമോസിന് മനസ്സിലാകുന്നില്ല, ഇന്നും പലർക്കും മനസ്സിലാകുന്നില്ല. 5-ാം വാക്യം. നിക്കോദിമോസിന് മനസ്സിലായില്ല. ഞാൻ ഇപ്പൊ ഇത്രയും വൃദ്ധനായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒന്നുകൂടെ കയറി അമ്മ എന്നെ പ്രസവിക്കണമെന്ന് പച്ചയ്ക്ക് ചോദിക്കുക. 5-ാം വാക്യം 3-ാം വാക്യത്തിന്റെ വിശദീകരണമാണ്, എക്സ്പ്ലനേഷൻ. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല.
ശ്രദ്ധിക്കണം. 3-ാം വാക്യത്തിൽ പറഞ്ഞത് പുതുതായി ജനിച്ചില്ല എങ്കിൽ ആരും ദൈവരാജ്യം കാണുകയില്ല. പുതിയ ജനനം സമം വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം. കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എത്ര പേഷ്യന്റ് ആണ് കർത്താവ്. ഒരു ഉപദേഷ്ടാവെന്ന നിലയിൽ ഇത്ര വലിയ മണ്ടത്തരം പറഞ്ഞിട്ടും അതൊന്നും വിമർശിക്കാതെ വളരെ ശാന്തമായി നിക്കോദിമോസിനോട് പുതിയ ജനനത്തെക്കുറിച്ച് കർത്താവ് വിശദീകരിക്കുകയാണ്. പുതുതായി ജനിക്കുക എങ്ങനെ? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. ഇതാണ് വിശദീകരണം. അപ്പൊ വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനത്തിന് കുറഞ്ഞത് 5 വ്യാഖ്യാനങ്ങളെങ്കിലും ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ പറയാൻ പോയാൽ നമുക്ക് പണി പറ്റത്തില്ല. ഞാൻ സൂചന തരാം. ഒരു കൂട്ടർ പറയുന്നു യോഹന്നാൻ സ്നാപകന്റെ സ്നാനം എടുക്കാനാണ് ഈ വെള്ളമെന്ന് ഉദ്ദേശിച്ചത്. വേറെ ഒരു കൂട്ടർ പറയുന്നു നോ, ക്രിസ്തീയ സ്നാനം എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3, വേറെ ഒരു കൂട്ടർ പറയുന്നു നോ, അത് ഫിസിക്കലായി ജനിക്കുന്നതിനെ കുറിച്ചായി വെള്ളമെന്നുള്ളത് കാണിക്കുന്നത്. 4, വേറൊരു കൂട്ടർ പറയുന്നു വെള്ളമെന്ന് ഉദ്ദേശിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണത്തിന്റെ പ്രോസസ്സ് മാത്രമാണ്. 5-മതൊരു കൂട്ടർ പറയുന്നു വെള്ളമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തെയാണ് കാണിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ ചായ്വ് അവസാനം പറഞ്ഞ 2 കാര്യങ്ങളിലാണ്. ഞാൻ അവിടേക്ക് നിങ്ങളെ നയിക്കാം. എന്നാൽ പ്രധാന ഇഷ്യൂ എന്താ? ഇത് വലിയ വിഷയമാണ്. ഒടുവിൽ ഇന്റർപ്രിട്ടേഷന്റെ എല്ലാം കൂടെ പുറകെ പോയി അതിനകത്ത് സമയം കളഞ്ഞ് അതിനകത്ത് തീസിസ് എഴുതി. സംഭവം എന്തുവാ? കർത്താവ് ഇതിലൂടെ പറയുന്നത്, എടാ നീ പറയുന്നത് അക്ഷരീകമായ ജനനം അതല്ല. ഹോളി സ്പിരിറ്റ് നിന്റെ അകത്ത് ജനിപ്പിക്കണം. അത് ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്. ഇതാണ് ആശയം. അതിന്റെ ഇന്റർപ്രിട്ടേഷനിലേക്ക് ഞാൻ വരാം. അതുകൊണ്ട് പ്രധാന കാര്യം നമ്മൾ മിസ് ചെയ്യരുത്. വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറയുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജനനം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം. 3-ാം വാക്യം, 5-ാം വാക്യം. അപ്പൊ നിക്കോദിമോസ് വെളിയിൽ നിൽക്കുക. ദൈവരാജ്യത്തിന് വെളിയിലാണ്. അദ്ദേഹത്തിന് അക്ഷരീകമായ ജനനത്തിന്റെ കാര്യമേ ബോധ്യമാകുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി വരുത്തുകയാണ്. ഇത് ആത്മിക ജന്മമാ, ഇത് ഉയരത്തിലെ ജന്മമാ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നമ്മുടെ അക്ഷരീകമായ ഭൗതിക ജനനത്തിന് എന്നാ പ്രശ്നം? അല്ല, നമുക്കൊക്കത്തില്ലേ ജീവിക്കാൻ? നിക്കോദിമോസ് പുറത്താ, അവനെ അകത്തോട്ട് ക്ഷണിക്കുക. അതിന് വെള്ളത്താലും ആത്മാവിനാലും വേണം ജനനം. ഇപ്പോൾ അവൻ അകത്തല്ല. അവൻ പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ കയറി അമ്മ പ്രസവിക്കണോ? കർത്താവ് പറയടാ, അങ്ങനെ ഇനി ഒത്തന്നിരിക്കട്ടെ, എന്നാലും പണിയൊക്കത്തില്ല. ഉയരത്തിൽ നിന്ന് ജനിച്ചേ ഒക്കൂ. അപ്പൊ എന്താണ് ഈ വിഷയം? ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് നമ്മൾ ജനിച്ചു, മാതാപിതാക്കൾ നമുക്കുണ്ടായി, അവർ കൂടി വന്നു, നമ്മളെന്ന ശിശു ജനിച്ചു. എന്താ ഈ ജനനത്തിൽ പ്രശ്നം? അതറിയാതെ പുതിയ ജനനത്തെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. അതിനൊരു വാക്യം കൂടെ വായിക്കാം, 6-ാം വാക്യം. ഇത് ശ്രദ്ധയോടെ, ഇതൊന്നും ധൃതിയിൽ പ്രസംഗിക്കാൻ ഒക്കത്തില്ല പ്രിയരെ. 6-ാം വാക്യം. ഈ 2 ജനനങ്ങളെ കർത്താവ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുക, വേർതിരിച്ച് പഠിപ്പിക്കുക. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. നീ പറഞ്ഞത് അക്ഷരികമായിട്ട് ജനിക്കണമെന്നല്ലേ? അങ്ങനെ ജനിക്കുന്നത്, ജഡത്താൽ ജനിക്കുന്നത് ജഡം. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. മനുഷ്യന്റെ ആത്മാവിനെയാണ് ഹോളി സ്പിരിറ്റ് ജനിപ്പിക്കുന്നത്. അപ്പൊ 2 ജനനം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ദാറ്റ് വിച്ച് ഇസ് ബോൺ ഓഫ് ദ ഫ്ലഷ് ഇസ് ഫ്ലഷ് എന്ന് പറയാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നാച്ചുറലായിട്ടുള്ള
നമ്മുടെ അമ്മ പ്രസവിച്ചു, നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതാണ് നിക്കോദിമോസ് ചോദിക്കുന്നത്, രണ്ടാം തവണ അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാമോ? 4-ാം വാക്യത്തിൽ കർത്താവ് പറയുക, അങ്ങനെ ഇനി സാധ്യമായാലും അതല്ല ആവശ്യം, അതുകൊണ്ട് ഗുണമില്ല. അതിൻ്റെ കാരണം നാം ഒന്നാമത് ശിശുക്കളായി ജനിച്ച സമയത്ത് വിശുദ്ധനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ കറപ്റ്റാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. യോ, എൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥനക്കാരിയായിരുന്നു, എൻ്റെ പിതാവ് ഒരു ഉപദേശിയായിരുന്നു. ആരുമാകട്ടെ, ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ പാപികളാണ്. ഓട്ടോമാറ്റിക്കായി ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരത്തില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആദ്യ ജനനം പാപത്തിന്റെ മാലിന്യം നമ്മളിലേക്ക് കൈമാറിയതാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കഴിയുമ്പോൾ തന്നെ നമ്മൾ പാപികളാണ്. വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് പുതിയതായിട്ട് ഈ അത്ഭുതകരമായ ജനനം നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ടാണ്. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ പാപപ്രകൃതത്തോടെയാണ് നിങ്ങളുടെ അമ്മ നിങ്ങളെ ഗർഭം ധരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ പാപത്തിന്റെ വിഷമുണ്ടായിരുന്നു. ഇതൊന്നും ഒരു പുതിയ കാര്യമായിട്ട് ചിന്തിക്കണ്ട. നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ കൊച്ചുമക്കളെയൊക്കെ നോക്കും, എന്ത് വിദഗ്ധമായിട്ടാണ് കള്ളം പറയുന്നത്, എന്തെല്ലാം കുരുത്തക്കേടാണ്. 2 വയസ്സ് 3 വയസ്സുള്ളപ്പോ ഇതെങ്ങനെയാ ഇതൊത്തത്? അവർ ജനിച്ചത് തന്നെ ഈ സിൻഫുൾ നേച്ചറാണ്. ജനിപ്പിക്കുന്ന ജഡമാണ്. നിക്കോദിമോസിന്റെ അകം മാറാതിരിക്കുന്നത് എന്താ? അവന്റെ ഉള്ളിൽ പാപി, അവന്റെ അപ്പൻ അതിന്റെ അപ്പൻ എല്ലാം പാപികളാണ്. ഇതാണ് വേദപുസ്തകത്തിന് പറയാനുള്ളത്. നോക്കിയ സങ്കീർത്തനം 51 5-ാം വാക്യം, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നമ്മളിത് മനസ്സിലായില്ലെങ്കിൽ ആത്മിക കാര്യം മനസ്സിലാകത്തില്ല. എന്നെ നല്ല മോനാ. എന്ത് നല്ലത്? അവൻ പുതുതായിട്ട് ജനിച്ചില്ലേ പാതാളത്തിൽ പോവും. എന്നെ മോള് നല്ല മോളാ. എന്താ ഈ പറയുന്നേ? എല്ലാ കുഞ്ഞുങ്ങളും അവരവരുടെ മാതാപിതാക്കളും നല്ലതാ. ആത്മികമായി ചിന്തിക്ക്. ജഡത്താൽ ജനിച്ചത് ജഡം. മാറ്റം വരണം. ദൈവം ജനിപ്പിക്കണം. സങ്കീർത്തനം 58 3-ാം വാക്യം, ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു, അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. അപ്പോൾ ജനിക്കുമ്പോ തന്നെ നമ്മൾ ഏതാണ്ട് വികൃതി കാണിച്ചിട്ടല്ല, ദൈവരാജ്യത്തിന് പുറത്താ. ജഡത്താൽ ജനിച്ചത് ജഡം. യു ആർ ഔട്ട് ഓഫ് ദ കിങ്ഡം. കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ്? ഞാൻ മോനെ ട്യൂഷന് വിടുന്നുണ്ട്, 3 ട്യൂഷനാ. അവൻ വരുമ്പോഴത്തേക്ക് എനിക്ക് യോഗത്തിന് പോകാനൊക്കത്തില്ല. ഒരു ട്യൂഷനും വിടണ്ട, അവനോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് നയിക്കും. നമ്മൾ തിരിഞ്ഞുപോയി. കാരണം നമ്മളോട് അറിയിച്ച ദൂതം എന്താ അറിയാമോ? കുഞ്ഞുങ്ങളിലൂടെ ഒരു ഉദ്ധാരണം. തിരുവല്ലായിലുള്ള എല്ലാ പ്രൈം പ്രോപ്പർട്ടി നിന്റെ കുഞ്ഞിലൂടെ നീ പിടിക്കും. ആർക്ക് വേണം ഇത്? മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോ. നമ്മളെ കളിപ്പിച്ചതാണിത്, നമ്മെ ചതിച്ചതാണിത്. ഇത് ആത്മീകമാണെന്ന് എന്നിട്ടൊരു ഡയലോഗുണ്ട്, ആരാധിച്ച വിടുതലാണ്. അപ്പൊ പ്രോപ്പർട്ടി കിട്ടാൻ ഞാൻ കൈയിട്ടടിക്കും. എന്തൊരു കഷ്ടമായത്. അപ്പുറത്തെ പ്രോപ്പർട്ടി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യും? അല്ല, ഒത്തിരി പേര് ഇത് അടിച്ചിട്ട് ഇവിടെ വന്നത്. പുതുതായിട്ട് ജനിച്ചില്ലെങ്കിൽ ഈ കൈയിട്ടടിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എങ്ങനെയാണ് നമുക്ക് ഈ അവസ്ഥ ഉണ്ടായത്? പ്രിയരെ, നിങ്ങൾക്ക് അറിയാമെന്ന സത്യം ഞാൻ നിങ്ങളോട് പറയാം. ജഡത്താൽ ജനിച്ചത് ജഡം. ജനിക്കുന്നത് മുഴുവനും കിങ്ഡത്തിന് ഔട്ടാ. ഇതെങ്ങനെ സംഭവിച്ചു? ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ആദം ഹവ്വമാർക്ക് ഒറ്റ കൽപ്പനയെ ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുള്ളായിരുന്നു.
ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്ത് ചെയ്തു എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യൻ ഈ കൽപ്പന ലംഘിച്ചത് നിമിത്തം എന്തു പറ്റി? ദൈവവുമായിട്ടുള്ള ഊഷ്മള ബന്ധം തകർന്നു. അക്ഷരികമായി അവര് മരിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാ. അതെന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയാ. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഓടുക ദൈവം തമ്പുരാൻ ഇറങ്ങുമ്പോൾ. ഈ മനുഷ്യന്റെ പാപം നിമിത്തം അവരുടെ സന്താനങ്ങളായി ലോകത്തിലുണ്ടായ സകല മനുഷ്യരും പാപികളാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. റോമാലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അത് കാണാൻ കഴിയും. ഞാൻ ഒറ്റ വാക്യം വായിക്കാം, 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു ആദം പാപം ചെയ്തു. സന്തതി മുഴുവനും ഈ പാപ സ്വഭാവവുമായിട്ടാണ് പിറക്കുന്നത്. അവർ സ്വാഭാവികമായി ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലല്ല, ഔട്ട്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാ എൻ്റെ കുഞ്ഞിനെ കിട്ടിയത്. എൻ്റെ ആന്റി അതൊക്കെ ശരിയാ, പക്ഷെ ആളിന്റെ അകത്ത് പാപ സ്വഭാവമുണ്ട്, ദൈവം സ്വീകരിക്കത്തില്ല. ഇത് ഞാൻ ഹാർഡ് ട്രൂത്ത് ആണ്, ഞാൻ ലളിതമായി കാര്യം പറയുകയാണ്. ബൈബിള് പറയുന്നതാണ്. മനുഷ്യരാശിയിൽ മുഴുവനും ഇതുണ്ട്. ഒറ്റയാളിൽ മാത്രം ഇല്ലാതെ വന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആദാമ്യ കുലത്തിൽ ജോസഫ് അല്ല ജനിപ്പിച്ചത്. അതുകൊണ്ട് പാപം കർത്താവിന്റെ അടുത്ത് തീണ്ടിയിട്ടില്ല. ഹി വാസ് കൺസീവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പോ ആരാണ്ടുടെ മനസ്സിലൊരു ചിന്ത, അവൻ മറിയയ്ക്ക് പാപമില്ലേ? അത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ വായിക്കുമ്പോൾ ദൂതൻ പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ജനിക്കുന്നത് വിശുദ്ധ പ്രജയാണ്. The Holy Spirit protected, conceived by the Holy Spirit and protected that conception, the baby Jesus. ലോകത്തിലുള്ള ബാക്കി പച്ച മനുഷ്യരും മുഴുവനും ഏത് മതത്തിലും ജാതിയിലും കുലത്തിലും സഭയിലും പെട്ടവരാകട്ടെ, വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ പാപികളാണ്. പാപികൾ എന്ന നിലയിൽ നിത്യതയിൽ ദൈവത്തോടുകൂടെ പോകത്തില്ല, നരകത്തിൽ പോകും. അതാണ് ദൈവത്തിന്റെ നീതിയിലെ ദൈവത്തിന്റെ ശിക്ഷണ നടപടി. യെശയ്യാ പ്രവചനം 59 2-ാം വാക്യം. അത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഈ ശാപം, ഈ പാപം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. ഈ ശാപത്തിന്റെയും പാപത്തിന്റെയും പരിഹാരം സ്വായത്തമാക്കണമെങ്കിൽ പുതിയ ജനനം ദൈവരാജ്യത്തിൽ അകത്ത് വരണം. അല്ലാതെ വിദഗ്ധനാരാണ്ട് വന്ന് ശാപം പൊട്ടിക്കുകയല്ല. ഇതെല്ലാം കാൽവറി ക്രൂശിൽ പൊട്ടിയതാ. അതിനും പോയി കൈയടിക്കും, ശാപം പൊട്ടുവന്നു. എന്തൊരു കഷ്ടമാണ്. പ്രിയരേ, ദൈവവചനത്തിലേക്ക് മടങ്ങിവോ. കേൾക്കുന്നതും കാണുന്നതും എല്ലാം നമ്മൾ കേട്ടതിന്റെ പുറകെ പോവുകയല്ല. തിരുവെഴുത്തുകളെ പരിശോധിക്ക്. ബെരോവയിലുള്ള ഉത്തമന്മാർ അപ്പോസ്തലനായി പൗലോസ് പ്രസംഗിച്ചപ്പോൾ ഓക്കെ, ഗുഡ് മെസ്സേജ്, ഞങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കട്ടെ. ദിനംപ്രതി ദൈവവചനം പരിശോധിച്ചു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ഗതി കണ്ടോ? നമ്മുടെ പൊന്നുമോന്റെയും പൊന്നുമോടെയും ഗതി കണ്ടോ? ജഡത്താൽ ജനിച്ചത് ജഡമാണ്.
ആത്മീകമായി ജനിക്കണം, അല്ലെങ്കിൽ ശിക്ഷണ നടപടിയാണ്. ദൈവത്തിന്റെ കോപമാണ്. നോക്കിക്കേ, ഈ 3-ാം അധ്യായത്തിൽ തന്നെ ഒരു വാക്യം, 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, 36-ാമത്തെ വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ. അപ്പൊ യഥാർത്ഥ വിശ്വാസം എന്താ? റിയൽ സേവിങ് ഫെയ്ത്ത് ആണെങ്കിൽ വെളിപ്പെടുന്നത് അനുസരണത്തിലാണ്. ഞാൻ വിശ്വസിക്കുന്നു, കൈപൊക്കിയേക്കാം, വിശ്വസിക്കുന്നു. അങ്ങനെ ഇവിടെ എല്ലാം കൈപൊക്കി. പണ്ടൊരു ഉപദേശി പറഞ്ഞു, എന്തിനെല്ലാം കൈപൊക്കി? ചൊറിയാൻ കൈപൊക്കി, എന്തിനെല്ലാം, അല്ലേ? കൈപൊക്കിയ ഉടനെ രക്ഷിക്കപ്പെടുകയല്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. പ്രിയരെ, ഇത് മനസ്സിലാക്കുക. റോമർ 1:18. സ്വാഭാവിക മനുഷ്യൻ, സുവിശേഷത്തെ തിരസ്കരിച്ച മനുഷ്യൻ, അവന്റെ മേൽ ദൈവത്തിന്റെ കോപമാണ്. ഞാൻ പക്ഷെ മേഴ്സഡീസാ ഓടിക്കുന്നത്, നീ ഒരു BMW മേടിയിര്, പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ട് അതുകൂടെ മേടിയിര്. ദൈവത്തിന്റെ കോപത്തിന്റെ മുഴുബലത്തോടെ വെളിപ്പെടുന്നത് നരകത്തിൽ പിടിച്ചിടും. പക്ഷേ കൃപയാൽ ദൈവം ഒരു കൃപായുഗത്തിൽ സുവിശേഷം നമുക്ക് ദൈവം തന്നിരിക്കുക. യേശുക്രിസ്തുവിലൂടെ നമുക്ക് വിടുതലുണ്ട്. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിക്കുന്നത് നമ്മുടെ അകത്തെ ആത്മാവാ. ഹോളി സ്പിരിറ്റ് അതിനാണ് മൂവ് ചെയ്യുന്നത്, അതിനാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്, അതിനാണ് നിങ്ങളെ മക്കളെ കൊണ്ടുവന്നിരിക്കുന്നത്. ജഡത്താൽ ജനിച്ചത് ജഡം. ഞാൻ അതാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. 5-ാം വാക്യത്തിൽ വെള്ളത്താലും ആത്മാവിനാലും, വെള്ളത്താലും ആത്മാവിനാലുമാണ് നമ്മുടെ അകത്തെ ദ റിയൽ മാൻ, ദ സ്പിരിറ്റ് മാൻ, ദ കോർ ബീയിങ് പുതിയതായി ജനിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. വെള്ളത്തിന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ എന്നിട്ട് പറഞ്ഞു, അവസാന 2 വ്യാഖ്യാനങ്ങളോടാണ് എനിക്ക് ചായ്വുള്ളത്. വെള്ളത്താലും ആത്മാവിനാലും, ആത്മാവ് പരിശുദ്ധാത്മാവാണെന്നുള്ളതിന് ആർക്കും തർക്കമില്ല. പിന്നെ വെള്ളമാണ് ആളുകൾക്ക് വിഷയം. ഒരു വാക്യം വായിക്കണം, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം. വെള്ളത്തെ അവിടെ സിംബോളിക്കായി ദൈവവചനമായി ചിത്രീകരിച്ചിട്ടുണ്ട്. നോക്കിയേ, അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി, വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ. മതി. പരിശുദ്ധാത്മാവാണ് ആത്മാവ്. വെള്ളം എന്താ? ഈ ഒരു വാക്യത്തിൽ മാത്രം നിങ്ങൾ കേട്ട് തൃപ്തിപ്പെടേണ്ട, ഞാൻ ഇനിയും വാക്യം തരാം. പുതിയ നിയമത്തിൽ തന്നെ വെള്ളത്തെ ദൈവവചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷം 15:3, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. യാക്കോബ് 1:18, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:23 വാക്യം, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പരിശുദ്ധ ദൈവവചനത്തിലൂടെ ഒരു പ്രക്രിയ ചെയ്യും. മനസ്സിലാക്കാൻ ഞാൻ ലളിതമാക്കാം. ജഡത്താൽ എങ്ങനെയാ ജനിക്കുന്നത്? ജഡത്താൽ ജനിച്ചത് ജഡം. ഒരപ്പനും ഒരമ്മയും കൂടി വരുമ്പോൾ അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് ഒരു സഹോദരിയുടെ ഉദരത്തിൽ നടക്കും. ഇതുപോലെ 2 ഘടകങ്ങൾ കൂടി വരും. പരിശുദ്ധാത്മാവ് നിത്യനായ ദൈവത്തിന്റെ വചനമെടുത്ത്
പാപിയായിരിക്കുന്ന മനുഷ്യന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനത്താൽ ആ ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം അവന്റെ അകത്തോട്ട് പ്രവേശിച്ച് അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു വലിയ പ്രക്രിയ ഉണ്ട്. അത് നടന്നിട്ടുണ്ടോ? അത് നടന്നിട്ടുണ്ടോ? അത് നടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അടിയറവ് പറയണം. കുറെ വാക്യം മനപ്പാട പറഞ്ഞതുകൊണ്ടല്ല, ഈ ചലനം ഹൃദയത്തിൽ ലൈവാകും. ഈ ചലനം ഹൃദയത്തിനകത്ത് ലൈവാകും. സ്പിരിറ്റ് ഓഫ് ഗോഡ് ആണ് മുൻകൈ എടുക്കുക. ആത്മാവാണ് ഇതിന് മുൻകൈ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇതിനകത്തൊരു പ്രവൃത്തിയില്ല. ഹോളി സ്പിരിറ്റ് എടുത്ത് വചനമകത്തിടുക. ആ സമയത്ത് അത് വിശ്വസിക്കാൻ ദൈവം നമുക്ക് കൃപ തരിക. വിശ്വാസവും മാനസാന്തരവും നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അയ്യോ, ഞാൻ പാപിയാണ്, എനിക്കിനി പാപ വഴി വേണ്ട എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ദൈവാത്മാവിന്റെ ക്രിയയാണ്. എനിക്ക് കർത്താവിനെ വേണം എന്ന് നമ്മുടെ അന്തരാത്മാവിൽ നമുക്ക് ആ പ്രേരണ തരുന്നത് ഹോളി സ്പിരിറ്റിന്റെ പ്രവൃത്തിയാണ്. പുതുതായിട്ട് ജനിച്ചില്ലെങ്കിൽ ഔട്ട്, പെന്തിക്കോസിലാണെങ്കിലും ഔട്ട്, ന്യൂ ലൈഫ് ഏജിയുടെ സഭയിലെ അംഗമാണെങ്കിലും ഔട്ട്. വളരെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ആത്മാവാണ് ദൈവവചനത്തെ എടുത്ത് പാപികളുടെ അകത്ത് കൊണ്ടിടും. അത് ദൈവം ചെയ്യുന്ന പ്രക്രിയ. ദൈവമാ. അതിനാരുടെ സഹായം ദൈവത്തിന് വേണ്ട. സമയം മുന്നോട്ട് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് 7-ാം വാക്യം, നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. എടാ മോനെ, നീ വരണ്ടു നോക്കൊന്നും വേണ്ട, ആശ്ചര്യപ്പെടണ്ട. യു മസ്റ്റ് ബി ബോൺ അഗൈൻ. ഇംഗ്ലീഷിൽ അങ്ങനെ. ഇത് മാൻഡേറ്ററി ആണ്, ഇത് കമാൻഡ്മെന്റ് ആണ്. നീ പുതിയതായിട്ട് ജനിച്ചേ പറ്റൂ. നിക്കോദിമോസേ, നീ ഇത് കേട്ടിട്ടില്ലാത്ത ദൂതായിരിക്കാം. യു മസ്റ്റ് ബി ബോൺ അഗൈൻ. 8-ാം വാക്യം, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. കാറ്റിനെ കാണാനൊക്കത്തില്ല, ശബ്ദം കേൾക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു മെറ്റഫോറിക്കൽ ലാംഗ്വേജാണ്. നേരത്തെ വെള്ളം എന്ന ഒരു പ്രയോഗം ചിലര് ചിന്തിക്കുന്നത് അത് വെള്ളമെന്നുള്ളതും ഹോളി സ്പിരിറ്റ് ആണെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനാണ് ഞാൻ ആ വെള്ളമെന്നുള്ളതും വചനമായിട്ടും ദൈവാത്മാവിന്റെ ക്രിയയിലായിട്ടാണ് ഈ ശുദ്ധീകരണം നടക്കുന്നത്. ഞാനത് രണ്ടും കൂടെ ചേർത്താണ് നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ പറയാ, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് കൂതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല നിക്കോദിമോസേ. കേട്ടോ, ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്നുത്തരം പറഞ്ഞു. എപ്പോഴാണ് ഈ ദൈവപ്രവൃത്തി നടക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ ഈ അപാര അത്ഭുതം മിസ്റ്റീരിയസ് ആണ്. തിരുവല്ലായുടെ മേൽ ഈ കാറ്റടിക്കും ദൈവാത്മാവിന്റെ. ഇതിനകത്ത് ഈ കാറ്റടിക്കും. ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് കടപ്രയിൽ വന്ന് ദൈവവചനം പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഇവിടെ നിന്ന് ആരെങ്കിലും ആളുകളെ കിട്ടുമെന്ന് കണ്ടാന്നോ ഉപദേശി വന്നത്? ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ല. കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റ് വീശിയാൽ അതിനോട് തിരിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അത് അനുഭവിക്കാൻ കഴിയും, അന്തരാത്മാവിൽ അനുഭവിക്കാൻ കഴിയും. നമുക്ക് കാറ്റിനോട് പറയാനൊക്കോ? ഇന്ന വീട്ടിൽ പോ, ഇന്ന സ്ട്രീറ്റിലൂടെ പോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഈ കാറ്റൂതുമ്പോൾ ചിലപ്പോ ഒരു മുറിയിലിരിക്കുന്ന ചിലതെ തഴഞ്ഞിട്ടായിരിക്കാം മറ്റൊരു മുറിയിലിരിക്കുന്ന നിങ്ങളുടെ മകന്റെ മേൽ ഈ കാറ്റ് വീശി ഹൃദയത്തെ കംപ്ലീറ്റ് റാഡിക്കൽ ചേഞ്ച് ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇത്. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഒരു രാഷ്ട്രീയ ശക്തിക്കും ഇതിന് മുന്നിൽ നിൽക്കാനൊക്കത്തില്ല. ഒരു മതത്തിന്റെ ശക്തിക്കും ഇതിനെ ഒബ്ജക്റ്റ് ചെയ്യാനൊക്കത്തില്ല. ഇത് വലിയ കാറ്റാണ്. ഇത് രാഷ്ട്രങ്ങളെ കീഴടക്കുന്ന കാറ്റാണ്. ഇത് വ്യക്തികളെ, കുടുംബങ്ങളെ കീഴടക്കുന്ന കാറ്റാണ്. ഇത് നാടുകളെ പിടിച്ചെടുക്കുന്ന കാറ്റാണ്. ഇത് ദൈവത്തിന്റെ കാറ്റാണ്. ഇത് പരിശുദ്ധ ആത്മാവാണ്. ഹല്ലേലൂയ. ഒൻപതാം വാക്യം തൊട്ട് 15-ാം വാക്യം വരെ
അത് വിവരിക്കാൻ എനിക്ക് നേരമില്ല. പുതിയ ജനനം എങ്ങനെ അനുഭവിക്കാം, അത് ഒരു ചോദ്യമാണ്. ഞാൻ ഈ ഡിവിഷൻ കൊണ്ടുവന്നെല്ലാം ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 4-ാം വാക്യത്തിൽ ഒരു ചോദ്യമാണ്. അപ്പോഴാണ് കർത്താവിൻ്റെ എക്സ്പ്ലനേഷൻ. 9-ാം വാക്യത്തിലെ ചോദ്യം ഒന്ന് പരസ്യമായിട്ട് വായിച്ചാട്ടെ. നിക്കോദിമോസ് അവനോട്, ആ. ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. ഇത് എങ്ങനെ സംഭവിക്കും? ഉടനെ കർത്താവ് 10-ാം വാക്യത്തിൽ മറുപടി പറഞ്ഞു, നിനക്കിതൊന്നും അറിയത്തില്ലേ? അവൻ അറിയേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പുതിയ നിയമത്തിലെ പുതിയൊരാശയമല്ലിത്. പഴയ നിയമ പണ്ഡിത, പഴയ നിയമത്തിനകത്ത് ഹൃദയമാറ്റത്തെക്കുറിച്ച്, ഹൃദയ ശസ്ത്രക്രിയയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിട്ടുണ്ട്. അത് എനിക്കിന്ന് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളത് വീട്ടിൽ ചെന്ന് അത് വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. എസെക്കിയേൽ പ്രവചനത്തിലെ വേറെ പല വാക്യമുണ്ട്, എന്നാൽ എസെക്കിയേൽ പ്രവചനം അതിൻ്റെ വായിക്കണ്ട, ഇന്ന് എഴുതിയെടുത്തു. 11-ന്റെ 19-ാം വാക്യം, അതുപോലെ 36-ന്റെ 26, 27 വാക്യം. അകത്ത് നമ്മുടെ ഹൃദയത്തെ മാറ്റും എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഓർഗൻ എടുത്ത് മാറ്റി വേറെ ഓർഗൻ വെക്കുമെന്നല്ല. നമ്മുടെ പഴയ പാപ സ്വഭാവത്തിന്റെ ചിന്തകളെ വൈപ്പ് ഔട്ട് ചെയ്യും. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഇതിന് മേൽ നിഴലിടും. ദൈവത്തിന്റെ വചനത്താൽ ശുദ്ധീകരണം ഉണ്ടാകും, വചനത്താൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഇത് പഴയ നിയമത്തിൽ തന്നെയുണ്ട്. എന്നിട്ട് 11 മുതലുള്ള വാക്യത്തിൽ കർത്താവ് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവിടെ ഒരു അനാലജി പറയുന്നുണ്ട്. അത് ഈ നിക്കോദിമോസിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് പറഞ്ഞ് നിർത്താൻ പോവാ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്നിട്ട് 15-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. പെട്ടെന്ന് ക്ലിക്കായി. പഴയ നിയമമെല്ലാം അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന മനുഷ്യനല്ലേ. അത് സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം പ്രൊട്ടക്ഷൻ അങ്ങ് മാറ്റി. സർപ്പങ്ങൾ കയറി കടിക്കാൻ തുടങ്ങി. കടി കൊള്ളുന്നവർ പിടഞ്ഞു വീണ് ചാകാൻ തുടങ്ങി. അവരെല്ലാം കൂടെ മനസ്സിലായി അവർക്ക് പാപം ചെയ്താന്ന്. ഓടി മോശയുടെ അടുക്ക് വന്ന് രക്ഷിക്കണം, ഞങ്ങൾ പാപം ചെയ്തു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കാൻ ഒരാലോചന കൊടുത്തു. ഒരു കൊടിമരത്തിൽ ഈ സർപ്പത്തിന്റെ ആകൃതിയിൽ ബ്രോൺസ് കൊണ്ട് ഒരു സർപ്പം ഉണ്ടാക്കി ക്യാമ്പിൽ വെക്കണം. ആരെങ്കിലും കടി കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇനിയും ചാകണ്ട, അങ്ങോട്ട് നോക്കിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ നോക്കിയേ. മോശ ഇങ്ങോട്ട് ഇറങ്ങി പറയാം, ഇനി നിങ്ങളാരും പേടിക്കേണ്ട, ദൈവാലോചന വന്നിരിക്കുക, ഇങ്ങനെ ഒരു കൊടിമരത്തേല് പിച്ചള സർപ്പത്തെ ഞാൻ ഉയർത്താൻ പോവുക. കർത്താവ് പറഞ്ഞിരിക്കുക, സ്വയമായിട്ട് ഇനി ഒന്നും ചെയ്യണ്ട, ഒന്ന് നോക്കിയാ മതി. ഇത് കേട്ടോണ്ടിരുന്ന കുഞ്ഞുമോനെ ചാനങ്ങ് ചിരിച്ചു. ചാക്കൊച്ചനെ ഞാൻ ഇന്നത്തെ ഭാഷ പറയാ കേട്ടോ, ഉടനെ വാട്സാപ്പിൽ സന്ദേശം, ഇവിടെ എന്തോടെ ഭാഷക്കും ഇപ്പൊ ലെവല് വിട്ടു. കടി കൊണ്ട് ആളുകൾ ചാകുക. കൊടിമരത്തേല് പിച്ചള സർപ്പത്തെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കിയാ മതിയെന്ന്. കുഞ്ഞമ്മേ, ചാക്കോച്ച, മറിയാമ്മയോട് പറഞ്ഞേര്, ഇതുകൊണ്ടൊന്നും വരത്തില്ല. പുള്ളി എങ്ങനെയും സമയം വേസ്റ്റ് ചെയ്യാനുള്ള പരിപാടി, നമ്മളെല്ലാം ചാകും. അതുകൊണ്ട് പഴുപ്പ് വരാതെ ചാകാതെ നമുക്കൊരു പച്ചമരുന്നുണ്ട്. ഇതാ ഇന്നും മനുഷ്യൻ ചെയ്യുന്നത്. യേശുക്രിസ്തുവിലൂടെ വിടുതലുണ്ട്. യേശുക്രിസ്തുവിലൂടെ വിടുതൽ ഇതൊരു വിഷയമല്ല. അതുകൊണ്ട് എന്താ, പാപത്തിൽ നമ്മളും നമ്മുടെ തലമുറയും മരിക്കുക. കർത്താവ് പറയാ, ഇതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 32-33 വാക്യം, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ
എല്ലാവരെയും എങ്കലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. ഒരു കൺഫ്യൂഷനും വേണ്ട. എനിക്ക് ഗ്രീക്ക് അറിയത്തില്ല. നിനക്ക് ഗ്രീക്ക് ഹീബ്രു ഒന്നും അറിയണ്ട, ബൈബിൾ വായിച്ചാൽ മതി. അപ്പൊ എന്താ നിക്കോദിമോസിനോട് പറഞ്ഞത്? നീ ഓർക്കുന്നുണ്ടോ? നീ വായിച്ചിട്ടില്ലേ? നിനക്കറിയത്തില്ലേ ഇത്? ഇതുപോലെ മനുഷ്യപുത്രനെ കർത്താവ് തന്റെ മരണത്തെക്കുറിച്ച് പറയുക, ഉയർത്തേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അക്ഷരികമായ സർപ്പം കടിച്ച് ആളുകൾ പിടഞ്ഞ് അക്ഷരികമായി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്ഷരികമായ ജീവന് വേണ്ടി ദൈവം വെച്ച ഏക വഴിയാണെന്ന് ബോധ്യം ഉണ്ടായി നോക്കിയാൽ അവന് അക്ഷരികമായ സുഖം വരും. ഇതുപോലൊരു ആത്മീക സത്യം പഴയ പാമ്പാകുന്ന പിശാചിന്റെ കടിയേറ്റ് നിത്യമരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ഏക വഴി, രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളുടെ മേൽ കർത്താവായ യേശുക്രിസ്തു 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി എന്നല്ലേ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്? 2 കൊരിന്ത്യർ ലേഖനം 5:21 മനപ്പാഠം അറിയത്തില്ലേ? പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുതലുണ്ട്, പാപത്തിന്റെ കെട്ടിൽ നിന്ന് ഉദ്ധാരണമുണ്ട്. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സ്നേഹമാണ് കാൽവറി ക്രൂശിൽ പ്രദർശിക്കപ്പെട്ടത്. നമ്മുടെ പാപത്തെ കർത്താവ് തന്റെ ശരീരത്തിൽ ചുമന്നു എന്നല്ലേ വേദപുസ്തകം പറയുന്നത്? 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിടരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 3:19 ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. യേശു ആർക്ക് വേണ്ടിയാ? ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് യേശു നമ്മുടെ പകരക്കാരനായി പ്രായശ്ചിത്ത മരണമേറ്റെടുത്തു. പാപിയായിരിക്കുന്ന നമ്മുടെ മേൽ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ കോപമുണ്ടെന്ന്. ആ കോപത്തെ കാൽവരി ക്രൂശിൽ കർത്താവ് ശമിപ്പിച്ചു. ആ സമയത്താണ് കർത്താവ് ഉറക്കെ പറയുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങെന്നെ കൈവിട്ടതെന്ത്? നമ്മെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തുവാൻ സ്വന്തം പുത്രന്റെ മേൽ ദൈവത്തിന്റെ ആ ഊഷ്മള ബന്ധത്തിന്റെ മേൽ നിഴൽ വീഴുന്ന അനുഭവം. അതാ ദൈവത്തിന്റെ സ്നേഹം. അല്ലാതെ നിനക്ക് BMW തന്നതല്ല. അതാണ് ദൈവത്തിന്റെ സ്നേഹമല്ല. പിള്ളേര് ചാർട്ടേഡ് അക്കൗണ്ടൻസി എഴുതിയതല്ല. ദൈവ സ്നേഹം തിരിച്ചറിയോ? നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥലിൽ അടയ്ക്കാം, കണ്ണുകൾ അടയ്ക്കാം. പുതുതായി ജനിച്ചിട്ടുണ്ടോ? ഇന്നും കേട്ടേച്ച് 2 കൈയടി സൂത്രത്തിൽ അടിച്ചേച്ച് പോകരുത് പോകരുത് പോകരുത്. കണ്ണുകൾ അടയ്ക്ക്. അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ട്, അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ട്. അവസാനത്തെ യോഗമാണ്. 9 മണിയായി. 2 നിമിഷത്തിനകം അത് നിർത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണും അടച്ചാട്ട്. നിങ്ങളുടെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടട്ടെ. ഞാൻ ഓൾട്ടർ കോൾ കൊടുക്കാൻ പോകുകയാണ്. യേശുവിന് നിങ്ങളുടെ പ്രതികരണം, ഈ വചനം കേട്ട നിങ്ങൾ എങ്ങനെയാണ് ക്രൂശിനോട് പ്രതികരിക്കുന്നത്? ക്രൂശിന്മേൽ യാഗമായവനോട് പ്രതികരിക്കുന്നത്? മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിക. ഈ അത്ഭുതത്തിന്റെ പ്രവർത്തിക്ക് ഹൃദയം തുറന്നു കൊടുക്ക. ജഡത്താൽ ജനിച്ചത് ജഡമാ, അത് ദൈവരാജ്യം അവകാശമാക്കത്തില്ല. യു മസ്റ്റ് ബി ബോൺ അഗൈൻ. ആത്മാവിനാൽ ജനിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ജനിപ്പിക്കും. എങ്ങനെ? വചനത്താൽ. ഇന്ന് കേട്ടത് കളിതമാശല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. എനിക്ക് ഉറപ്പാണ് ഇതിനകത്ത് ആത്മാവിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകളുടെ അകത്തേക്ക് ആ ദൈവാത്മാവ് വാദിക്കും. Come on son, come on daughter. പാപം ഇനി വേണ്ടെന്ന് പറ. ആ രഹസ്യ ജീവിതം വേണ്ട. നീ ഒരു ദൈവ പൈതലാകാൻ
ദിസ് ഇസ് ദ മൊമെന്റ്. പ്രതികരിക്കാൻ തയ്യാറാണോ? ആ പ്രതികരിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിക്കാട്ടെ. കർത്താവ് അത് കാണട്ടെ. ഒട്ടും ലജ്ജിക്കണ്ട. പലരും ഉയർത്തുന്നുണ്ട് പ്രതികരിക്കാനുള്ളത്. നിങ്ങൾ പാസ്റ്റർ ആയിരിക്കാം, മൂപ്പനായിരിക്കാം, നിങ്ങൾ ആ ഏതെങ്കിലും ചർച്ചിലെ പ്രധാന ആളായിരിക്കാം. നോ, യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരിഹാരം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആത്മാവ് എന്നോട് ഇടപെടുന്നുണ്ട്. പാപവഴി എനിക്ക് വേണ്ട.